പൂർത്തിയാക്കി തന്നിരിക്കുന്നു. ആദം നബി അലൈഹിസ്സലാം മുതൽ അന്ത്യപ്രവാചകരായ നബിതങ്ങൾ വരുന്നത് വരെ ലോകങ്ങളിൽ ഒരുപാട് പ്രവാചകന്മാർ കടന്നുപോയി, ഒരുപാട് നബിമാർ. അവരൊക്കെ ഇസ്ലാമാണ് പഠിപ്പിച്ചത്. പക്ഷെ നമ്മൾ നോക്കുമ്പോഴേ വിശുദ്ധ ഖുർആനിൽ പേരെടുത്ത് അള്ളാഹു പറഞ്ഞ 25 പ്രവാചകന്മാർ അവര് വന്നത് മിഡിൽ ഈസ്റ്റിലാണ്. അതിന് കാരണമുണ്ട്. സ്വഹാബികളോട് ഖുർആനിന്റെ അഡ്രസ്, ഖുർആൻ ആരെയാണോ അഭിമുഖീകരിക്കുന്നത് അവർക്ക് പരിചയമുള്ള നബിമാരെ പറഞ്ഞു കൊടുത്തിട്ടല്ലേ കാര്യമുള്ളൂ. അവർക്കറിയുന്ന നബിമാർ, അവർ യാത്ര ചെയ്യുന്ന നാടുകളിലേക്ക് വന്ന നബിമാർ, അവരെയാണ് ഖുർആൻ പരിചയപ്പെടുത്തിയത്. 1,24,000 നബിമാരിൽ ആകെ ഒരു 35-40 നബിമാരുടെ പേരെ നമുക്കറിയുള്ളൂ. ബാക്കി അള്ളാഹുവിന് മാത്രമേ അറിയൂ. അവർ ചൈനീസ് ഭാഷ സംസാരിച്ച നബിമാർ ഉണ്ടായിരിക്കാൻ സാധ്യതയേറെയാണ്. ഭാരതത്തിൽ കഴിഞ്ഞുപോയ മുൻകാലങ്ങളിൽ പ്രവാചകന്മാരായി കടന്നു പോന്നവരുണ്ടായിരിക്കും, നമുക്കറിയില്ല അവരുടെ പേര്. പക്ഷെ അവരുടെ ചരിത്രം, അവരുടെ രേഖകളിൽ പിന്നീട് മാറ്റങ്ങൾ വന്നിരിക്കണം. മനുഷ്യരെവിടെയൊക്കെ താമസിച്ചിട്ടുണ്ടോ അവിടെയൊക്കെ പ്രവാചകന്മാർ വന്നിട്ടുണ്ട്, നമുക്കൊന്നും അവരുടെ പേരറിയില്ല. 1,24,000 ആകെ 25 പേരെ ഖുർആൻ പറഞ്ഞുള്ളൂ. ഒരു 10 പ്രവാചകന്മാരുടെ ഇസ്മൊക്കെ നമുക്ക് ഹദീസിൽ കിട്ടും. പിന്നെ കുറച്ച് ചരിത്രങ്ങളിൽ നിന്നൊക്കെ കിട്ടുന്ന, താരീഖിൽ നിന്ന് കിട്ടുന്നതുണ്ട്. എല്ലാം കൂടെ ഒരു 10-40 ഇത്രയൊക്കെ ഉണ്ടാവും. ബാക്കി നബിമാർ നമുക്ക് പേരറിയില്ല. ഏതൊക്കെ ഭാഷകൾ സംസാരിച്ചവർ കാണും ഇതിൽ, ഏതൊക്കെ രസമുള്ള പേരുകൾ ഉണ്ടായിരിക്കും അവർക്ക്, നമുക്കറിയില്ല അവരെ. ഗൗതമ ബുദ്ധനെ കുറിച്ച് അങ്ങനെ പറയാറുണ്ട്, പ്രവാചകനായിരിക്കാനുള്ള സാധ്യതയുണ്ട്, നമുക്കറിയില്ല, നമുക്ക് ഖണ്ഡിതമായി പറയാനും പറ്റില്ല. പിന്നീട് അവരുടെ ആശയങ്ങൾ മാറ്റപ്പെടുകയാണ് ഉണ്ടായത്. ഏകദൈവ വിശ്വാസം പ്രചരിപ്പിക്കാൻ വന്ന ഒരുപാട് ഋഷിമാരും മുനിമാരും വലിയ വലിയ തത്വചിന്തകരും ലോകത്ത് കഴിഞ്ഞു പോയിട്ടുണ്ട്. അവരിൽ പ്രവാചകത്വം കിട്ടിയവർ ഉണ്ടായിരിക്കാം, നമുക്കറിയില്ല. പക്ഷെ നബി തങ്ങൾ പറഞ്ഞു, ശുദ്ധമായ അറഫാ ദിനത്തിൽ അവിടുന്ന് ലോകത്തോട് പ്രഖ്യാപിച്ചു, ഇസ്ലാം ഇന്നത്തോടുകൂടെ പരിപൂർണമാവുകയാണ്. ഇനി പുതിയൊരു ശരീഅത്ത് ലോകത്ത് വരില്ല. സൂറത്തുൽ മാഇദ, അൽയൗമ അക്മൽതു ലക്കും ദീനക്കും, നിങ്ങളുടെ ദീൻ ഞാൻ നിങ്ങൾക്ക് പൂർത്തിയാക്കി തന്നിരിക്കുന്നു. അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി, എന്റെ അനുഗ്രഹങ്ങളെല്ലാം നിങ്ങൾക്ക് ഞാൻ പരിപൂർണമാക്കി തന്നിരിക്കുന്നു. ഇതൊരു വാക്കാണതറിയോ? ലോകത്തോട് വിട പറയുമ്പോൾ ഹബീബായ നബി തങ്ങൾ പറഞ്ഞു പോകുന്നത്, എന്റെ മക്കൾക്ക് എന്താവും, എന്റെ ഫാത്തിമയുടെ മക്കൾ എന്താവും, എന്റെ സൈനബിന്റെ, ഉമ്മു കുൽസൂമിന്റെ, റുഖയ്യ ബീവിയുടെ, ഇതൊന്നുമല്ല നബി തങ്ങൾ പറഞ്ഞത്. ആലോചിച്ചിട്ടുണ്ടോ? തങ്ങൾ പറഞ്ഞത് എന്റെ ഉമ്മച്ചികൾ. എന്റെ ഉമ്മച്ചികൾ എന്താണ്? അവിടുന്ന് പറഞ്ഞു, ഞാൻ നിങ്ങളോട് യാത്ര ചോദിക്കുകയാണ്, പക്ഷേ ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ടാകും. അനഫറതുകും ഇൻദൽ ഹൗദ്, ഹൗദുൽ കൗസറിന്റെ വെള്ളം, ദാഹജലം, ഹിസാബും വിചാരണയും കഴിഞ്ഞ് നിങ്ങൾ സ്വർഗത്തിലേക്ക് പോകുന്ന നേരം, നിങ്ങൾ ദാഹിച്ചവശരായി ഹിസാബ് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ ഒരു ഗ്ലാസ് വെള്ളം, ഒരു കപ്പ് ഹൗദുൽ കൗസറിന്റെ മധുരമൂറുന്ന പാനീയം, മൻ ശരിബഹാ ലം യദ്മഅ ബഅദഹാ അബദാ, അതാരെങ്കിലും കുടിച്ചാൽ പിന്നീട് അവർക്ക് ദാഹമേ ഉണ്ടാവില്ല എന്ന് നബി തങ്ങൾ പറഞ്ഞ ആ പരിശുദ്ധമായ പാനീയമാണ് അൽ കൗസർ. ഇന്നാ അഅ്തൈനാകൽ കൗസർ, അതാണ് ഹൗദുൽ കൗസർ. ഞാൻ ആ കൗസറിന്റെ അരികത്തുണ്ടാകും കേട്ടോ, നിങ്ങൾ എന്നെ ഇവിടെ നോക്കണേ, ഞാൻ അവിടെ ഉണ്ടാകും, ഞാൻ അങ്ങോട്ടാണ് പോകുന്നത്. ഞാൻ എന്റെ കാര്യം നോക്കി പോവുകയല്ല, എന്റെ ഉമ്മത്തി. ഇങ്ങനത്തെ ഒരു നേതാവ് ഉമ്മത്തികളെ അവിടുന്ന് സഹാബിമാര് ചോദിച്ചിട്ടുണ്ട്, നബിയേ, ഖിയാമത്ത് എന്ന് പറയുന്നത് ഒരു വലിയ സമ്മേളനമല്ലേ ഓ നബിയേ? എത്ര മനുഷ്യന്മാരുണ്ടാവും അവിടെ? ഒരു 10,000, 1,00,000 ആളുകളൊക്കെ വന്നാൽ പരസ്പരം കാണാൻ പറ്റുമോ? ഇല്ല. അപ്പൊ പിറ്റേന്ന് പറയട്ടോ, നീ ആ സമ്മേളനത്തിൽ പോയതാ? ഞാൻ ഉണ്ടായിരുന്നു. അയ്യോ, ഞാനുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ കണ്ടില്ലല്ലോ, എങ്ങനെ കാണാനാ? സ്വാഭാവികമാണ്, കാണാൻ പറ്റൂല. അവർ ചോദിച്ചു, നബിയെ, ഔവലീങ്ങളും ആഖിരീങ്ങളും ഒരുമിച്ച് കൂടുന്ന അന്ത്യനാളിൽ ഞങ്ങൾക്ക് അങ്ങയെ കാണാൻ ഒക്കുമോ നബിയെ എന്ന് സ്വഹാബിമാർ ഹബീബിനോട് ചോദിച്ചു. ആ ചോദ്യം ഭയങ്കര അത്ഭുതമല്ലേ അത്? അപ്പൊ ഇസ്ലാംകാരി ഇമാംകാരിയൊന്നും അല്ലത്, അത് ഹുബ്ബാണ് ചോദിക്കുന്നത്. അത് സുന്നത്തോ ഫർളോ അമലിനെ കുറിച്ചല്ല പറയുന്നത്. പിന്നെയോ അതൊരു ഹുബ്ബാണ്, സ്നേഹം. റബീഉൽ അവ്വൽ വരുമ്പോഴാ ഹുബ്ബ്, വേണ്ട വേണ്ട വേണ്ട, ഹുബ്ബ് കൊടുക്കുമ്പോഴേക്ക് നിങ്ങൾ എന്തോ ആയിപ്പോകും എന്ന് പേടിപ്പിക്കുന്നവരെന്ന് അറിയണം. സ്വഹാബിമാർ ഹുബ്ബ് അതിരുകളില്ലാതെ നബിയോട് പ്രകടിപ്പിക്കുകയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അവർ ചോദിച്ചു, നബിയെ, ഞങ്ങൾക്ക് നാളെ അങ്ങയെ കാണാൻ കിട്ടുമോ? അതിന് മറുപടി പറഞ്ഞു, നിങ്ങൾ എന്നെ 3-4 സ്ഥലത്ത് നോക്കണേ, ഞാൻ അവിടെ ഉണ്ടാകും. ഒന്നുകിൽ ഹൗദുൽ കൗസറിന്റെ അടുത്ത്,
ഞാൻ അവിടെ ഇല്ലെങ്കിൽ നിങ്ങൾ എന്നെ നോക്കണം. നിങ്ങളുടെ നന്മതിന്മകൾ തൂക്കുന്ന തുലാസിന്റെ അരികത്ത് ഇൻദൽ മീസാൻ, നിങ്ങളുടെ മീസാനിന്റെ നന്മതിന്മകൾ തൂക്കി നോക്കുന്ന നേരത്ത് ഞാൻ അവിടെ ഉണ്ടാകും. അല്ലാഹുവേ, ഇത് എന്റെ ആളുകളാണ്, ഇത് എന്റെ ആളുകളാണ്, എന്റെ മുഹിബ്ബീങ്ങളാണ്, എന്റെ ഉമ്മത്തികളാണ്. റബ്ബേ, ഇളവ് ചെയ്യണേ, നന്മഭാരം തൂക്കണേ, അവരെ നരകത്തിലേക്ക് പറഞ്ഞേക്കല്ലേ എന്ന് പറയാൻ ഞാൻ അവിടെ കാത്തിരിപ്പുണ്ടാകും. മീസാനിന്റെ അരികത്തും നിങ്ങൾ എന്നെ കണ്ടില്ലെങ്കിൽ നിങ്ങൾ എന്നെ നോക്കേണ്ടത് ഇൻദ സിറാത്ത് ജിസ്റുൻ മദ്റൂബുൻ അലാ മത്നി ജഹന്നം, നരകത്തിന്റെ മീതെ അല്ലാഹു സ്ഥാപിച്ച ഒരു പാലമാണ് സിറാത്ത്. അഹദ്ദു മിനസ് സൈഫ്, വാളിനേക്കാൾ മൂർച്ചയുള്ളതാണത്, മുടിയേക്കാൾ നേരിയതാണ് എന്ന് ഹദീസിലുണ്ട്. അപ്പൊ നടക്കാൻ പറ്റുമോ എന്ന് ചിന്തിക്കേണ്ട. ദുന്യാവിൽ നമ്മുടെ കാല് കൊള്ളാൻ മാത്രം സ്ഥലം വേണം നടക്കാൻ. ദുന്യാവിന്റെ ഈ ഡൈമെൻഷൻസ് അല്ല ആഖിറത്തിൽ. അതുകൊണ്ട് അതിനെപ്പറ്റി ചോദ്യമില്ല. നടക്കും, നടക്കേണ്ടി വരും. ആ ഒരു സിറാത്തിലൂടെ നിങ്ങൾ കയറിയാലാണ് സ്വർഗത്തിലേക്ക് എത്തുന്നത്. നിങ്ങൾ സിറാത്ത് കടക്കുമ്പോൾ ആ പാലം തുടങ്ങുന്നിടത്ത് ഞാൻ ഉണ്ടാകും. അല്ലാഹുമ്മ സല്ലിം, അല്ലാഹുമ്മ സല്ലിം, അല്ലാഹുമ്മ സല്ലിം. പടച്ചവനെ രക്ഷപ്പെടുത്തണേ, അല്ലാഹുവേ രക്ഷപ്പെടുത്തണേ, അല്ലാഹുവേ രക്ഷപ്പെടുത്തണേ എന്ന് പറയാൻ ഞാൻ അവിടെ ഉണ്ടാകും. ഈ മൂന്നാലൊരു സ്ഥലത്ത് നിങ്ങൾ എന്നെ കാത്തിരിക്കണം, ഞാൻ അവിടെ ഉണ്ടാകും. എന്നല്ലാതെ ഞാൻ എൻ്റെ മക്കളെ കിട്ടുമ്പോൾ അവരെയും കൊണ്ടങ്ങ് പോവല്ല. ഗ്രൂപ്പൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ എയർപോർട്ടിൽ എത്തിയിട്ടല്ല അവനവൻ്റെ ബാഗ് കിട്ടുമ്പോൾ പിന്നെ തിരിഞ്ഞു നോക്കാതെ പോകുന്ന ആൾക്കാർ. ഒന്നുമല്ല, സന്തോഷം കൊണ്ടാണത്. നാളെ ഹിസാബ് കഴിഞ്ഞ് സ്വർഗത്തിലാന്ന് പറയുമ്പോൾ പിന്നെ വേറെ നോക്കാനൊന്നും തോന്നൂല. കൊട്ട് ബാഗേറ്റ് പോലെ ഇരിക്കും. ദുന്യാവ് തന്നെ എങ്ങനെ ഉംറക്കൊക്കെ ഒരു 2 ആഴ്ചയും 3 ആഴ്ചയൊക്കെ ഒരുമിച്ച് നിന്നിട്ട് ഭയങ്കര കമ്പനിയായി ഒരേ റൂമിലായിരിക്കും. കോഴിക്കോട് എയർപോർട്ടിൽ നിന്ന് സാധനം കിട്ടിയാൽ വലിച്ചങ്ങ് പോകും. എൻ്റെ വണ്ടി വന്നിട്ട് ഞാൻ പോവുക. എന്നാൽ കൂടുതൽ ആൾക്കാരൊക്കെ ഒന്ന് കാണാൻ സലാം പറയാൻ പോലും നമുക്ക് തോന്നൂല. എന്തേ? നമുക്ക് വീട്ടിലേക്ക് എത്തണം. പുണ്യനിബിതങ്ങൾ സ്വർഗത്തിലേക്ക് ആദ്യം പോകുന്നവരാ. പക്ഷെ ഹബീബ് നമ്മളെ കാത്തിരിക്കും സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനത്തെ ഒരു നേതാവിനെയാണ് അല്ലാഹു നമുക്ക് നൽകിയത്. ആ നേതാവിന്റെ പേരിൽ നമ്മൾ ചൊല്ലുന്ന സ്നേഹപ്രകടനമാണ് സ്വലാത്തുകൾ, മൗലിദ് പാരായണം, ഹബീബിന്റെ മദ്ഹുകൾ പറയുന്നത്. എപ്പോഴും പറയണം. റബീഉൽ അവ്വലിലാകുമ്പോൾ പ്രത്യേകിച്ചും അതൊരു ഉണർവാണ്, അതൊരു ഊർജ്ജമാണ്. അവിടുന്ന് പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം, എൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും നിങ്ങൾക്ക് ഞാൻ പൂർത്തിയാക്കി തന്നു. വഅത്മംതു അലൈക്കും നിഅമതി. ബക്കറ്റ് വരാനായോ? ഇൻഷാ അല്ലാഹ്. ദുബൈയിലെ പൈസ എടുക്കൂലല്ലോ, ദിറംസ് എടുക്കൂലല്ലോ. ബിസ്മില്ലാ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹു നമ്മുടെ സൽക്കർമ്മങ്ങൾ അല്ലാഹു സ്വീകരിക്കട്ടെ. എന്നാൽ ഒന്ന് എണീറ്റ് നിന്ന് സ്വലാത്ത് പൈസ എടുക്കാനോ സുഖമായിരിക്കും. ഏതായാലും ബക്കറ്റൊക്കെ വരികയാണ്. അപ്പോൾ നമ്മളൊരു വലിയ സഹായം ചെയ്യണേ. ഇതുപോലത്തെ ഒരു പന്തലും ഈ ഒരു പരിപാടിയൊക്കെ സംഘടിപ്പിക്കാൻ എത്ര ചിലവുണ്ടാവുന്നു. വീട്ടിലെ ഒരു സൽക്കാരത്തിന് ഒരു പന്തലിട്ട ബില്ല് വരുമ്പോൾ അറിയും. അപ്പോൾ ഇത് നമ്മളെല്ലാവർക്കും വേണ്ടിയാണ്. ചിലവുണ്ട് എന്ന് ഞാൻ പറയാം. ഷഹീദങ്ങൾ, ഞാനിപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് 1:30 ദുബൈയിൽ നിന്ന് പോരുന്നത്. ഇന്ന് 2 മണിക്ക് 3-4 മണിയുടെ ഫ്ലൈറ്റ് തിരിച്ചു പോകുന്നു. അപ്പോൾ അതൊക്കെ ചിലവ് തന്നെയല്ലേ. ടിക്കറ്റ് പുസ്തകമൊക്കെ ഈശിനെടുത്ത് വരാൻ മാത്രമൊന്നും പുസ്തകം എടുത്തില്ല. അപ്പോൾ ഇതൊക്കെ നിങ്ങളെല്ലാവരും ഒന്ന് കൈക്ക് ചേർത്ത് പിടിച്ച് നമ്മുടെ ഈ മൈക്കും നമ്മുടെ ഈ പന്തലും സ്റ്റേജും സദമാരും ഇവരൊക്കെ അതുമായി അനുബന്ധമായ എന്തെല്ലാം ചിലവുകളുണ്ടോ അതൊക്കെ ഒരു ഭാരമാവാതെ കടമാവാതെ രക്ഷപ്പെടുമെന്ന പ്രതീക്ഷയിലായി പരിപാടിയൊക്കെ ചെയ്യുന്നത്. അതുകൊണ്ട് എല്ലാവരും എന്ത് ചെയ്യണം, ഒന്ന് കണ്ടറിഞ്ഞ് സഹായിക്കണം. വെറുതെ ഒരു ചില്ലറ എന്തെങ്കിലും എടുത്തൊടുത്തിന് ഒഴിവാക്കി വിടരുത്. നിങ്ങൾ പറ്റിക്കുമോ? ഇല്ലല്ലോ. അത്ര പറഞ്ഞാൽ പോരെ. സഹചാരിൻ്റെ പ്രവർത്തനങ്ങളിലേക്കാണ് ഇതിൽ എന്തെങ്കിലും ഉച്ചം വരുന്നത്. നമ്മൾ ഇൻഷാ അല്ലാഹ് നിരാലംബരായ രോഗികൾക്ക് മരുന്ന് വാങ്ങിച്ചു കൊടുക്കാൻ, അവരെ സഹായിക്കാൻ നമ്മൾ ഉപയോഗിക്കും. അതുകൊണ്ട് എല്ലാവരും, കൊറോണയ്ക്ക് ശേഷം മനുഷ്യന്മാരൊക്കെ പിഷ്കന്മാരായിക്കണമെന്നാണ് കേൾക്കണത്. കൊറോണ എന്ന് പേരും പറഞ്ഞ് ഇപ്പോഴും അങ്ങനെ ഇരിക്കുക. കൊറോണയൊക്കെ പോയിട്ട് എത്ര കാലമായി. അതുകൊണ്ട് എന്ത് ചെയ്യുക, പഴയ ആ നല്ല സ്വഭാവങ്ങളൊന്നും മറക്കല്ലേ. അതങ്ങ് സ്കൂളിൽ ടീച്ചേഴ്സൊക്കെ പറയാം, കൊറോണയുടെ മുമ്പുണ്ടായ മക്കളല്ല ഈ കൊറോണ കൊണ്ട് 2 കൊല്ലം കൊണ്ട് സംഭവിച്ച മാറ്റം. കുട്ടികൾക്കൊന്നും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഇങ്ങനെ സ്ക്രീനിൽ നോക്കിയിരുന്നിട്ടേ ഒരു മനുഷ്യൻ പറഞ്ഞാൽ കേൾക്കാമെന്ന ക്ഷമയൊന്നും ഒരു ടീച്ചറെ ശ്രദ്ധിക്കാനൊന്നും മക്കൾക്ക് പറ്റുന്നില്ല. ഇപ്പോൾ വല്ലാത്ത പ്രശ്നമാണ്. അൽഹംദുലില്ലാ. അന്ന് ജുമ നിർത്തി ഇപ്പോഴും ജുമയ്ക്ക് പോകാത്ത മഹാന്മാർ എത്ര ഉണ്ടെന്നറിയോ? മഹല്ലിലൊക്കെ പള്ളി സ്ഥലം കൂടുതൽ. അതുവരെ നിറഞ്ഞിരുന്ന പള്ളിയിൽ ഇപ്പോൾ ആളില്ല. എന്താ കൊറോണക്ക് നിർത്തിയതാ. ഇപ്പോൾ തുടങ്ങിയ വർത്താനം അറിഞ്ഞിട്ടില്ല.
സുബ്ഹാന ജല്ല ജലാലു. അല്ലാഹു തആല ഖൽബിനെ സീൽ വെക്കുന്നതാണ്. 3 ജുമുഅ ആലസ്യം കൊണ്ട് ഒരാൾ ഒഴിവാക്കിയാൽ പിന്നെ ഖൽബിന് അല്ലാഹു സ്റ്റാമ്പ് അടിക്കും. കഴിഞ്ഞു ഓൻ്റെ കാര്യം നോക്കണ്ട. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. 3 സ്വലാത്ത് ചൊല്ലണേ. സല്ലു അലൻ നബി മുഹമ്മദിൻ വ ആലി. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വ അലാ ആലി സയ്യിദിനാ മുഹമ്മദിൻ വ ബാരിക് വ സല്ലിം അലൈഹി. ചൊല്ലിക്കോളി. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വ അലാ ആലി സയ്യിദിനാ മുഹമ്മദിൻ വ ബാരിക് വ സല്ലിം അലൈഹി. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദിൻ വബാരിക് വസല്ലിം അലൈഹി. ജസാക്കുമുല്ലാഹു ഖൈറ. സഹോദരിമാരൊക്കെ ഉണ്ടല്ലേ? അൽഹംദുലില്ലാഹ്. പിന്നെ കുറച്ച് ചെയർ ഇവിടെ ഒഴിവുണ്ട് ഫ്രണ്ടിൽ. ആർക്കെങ്കിലും നിന്നിട്ട് ബുദ്ധിമുട്ടുള്ള ഇരിക്കും. ജസാക്കുമുല്ലാഹു ഖൈറ. നന്നഞ്ചേരി ആലി ഹാജിയുടെ ഭാര്യ ഫാത്തിമത്ത് ഹജ്ജുമ്മ 1,00,000 രൂപ നമ്മുടെ ഈ പരിപാടിക്ക് സംഭാവന ചെയ്തിട്ടുണ്ട്. അള്ളാഹു നീ സ്വീകരിക്കണേ തമ്പുരാനെ. അസീസ് ബാവയും മകൻ അനസും അവരൊക്കെയാണ് അത് ഇവിടെ ഏൽപ്പിച്ചിട്ടുള്ളത്. അള്ളാഹു ആ ഉമ്മയുടെ സ്വതക്കയെ അള്ളാഹു സ്വീകരിക്കട്ടെ. അവരുടെ ഭർത്താവ് ആലി ഹാജിക്കും അവർക്കും അള്ളാഹു ഉപകാരപ്പെടുന്ന ഒരു വലിയ അമലായി അള്ളാഹു ഇതിനെ മാറ്റിത്തരട്ടെ. കുടുംബത്തിലും മക്കളിലും അള്ളാഹു ഇതിൻ്റെ ഖൈറും ബറക്കത്തും ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അപ്പോൾ അൽഹംദുലില്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കട്ടെ, ഖബൂൽ ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. اليوم أكملت لكم دينكم وأتممت عليكم نعمتي ورضيت لكم الإسلام دينا. ഇന്ന് ഞാൻ ഇസ്ലാമിനെ നിങ്ങൾക്ക് പൂർത്തിയാക്കി തന്നിരിക്കുന്നു. എൻ്റെ അനുഗ്രഹങ്ങൾ മുഴുവനും ഞാൻ നിങ്ങൾക്ക് പൂർത്തിയാക്കി തന്നിരിക്കുന്നു. തങ്ങളുടെ നിഅമത്ത് നമുക്ക് അല്ലാഹുവിൻ്റെ നിഅമത്ത് അല്ലാഹു ഈ ഉമ്മത്തിന് പൂർത്തിയാക്കി തന്നു. വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീനാ, നിങ്ങൾക്ക് ജീവിക്കാനുള്ള ജീവിത പന്ഥാവായി ഇസ്ലാം ഞാൻ നിങ്ങൾക്ക് തൃപ്തിപ്പെട്ട് തന്നിരിക്കുന്നു. ഇസ്ലാമിൻ്റെ കൺക്ലൂഷനാണത്. ഇത് പ്രഖ്യാപിക്കുമ്പോൾ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അവസാനത്തെ ഹജ്ജാണത്. ഒരേ ഒരു ഹജ്ജേ അവിടുന്ന് ചെയ്തിട്ടുള്ളൂ. ആ ഒരു ഹജ്ജിന് ശേഷം പിന്നെ ദുൽഹിജ്ജ കഴിഞ്ഞ് മുഹറം, സഫർ, റബീഉൽ അവ്വലിൽ തങ്ങൾ വഫാത്താകുന്നു. 3 മാസത്തെ ഗ്യാപ്പേ ഉള്ളൂ. ഒരു ജൂതനാണ് പറഞ്ഞത് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട്, അമീറുൽ മുഅ്മിനീനെ, ആയത്തുൻ ഫീ കിതാബികും ലൗ നസലത് അലൈനാ മആശിറൽ യഹൂദ് ലത്തഖദ്നാ ദാലികൽ യൗമ ഈദാ. നിങ്ങളുടെ ഖുർആനിലെ ഒരു ആയത്ത്, അത് ഞങ്ങൾ ജൂതന്മാർക്കായിരുന്നു അവതരിച്ചിരുന്നത് എങ്കിൽ ആ ആയത്ത് അവതരിച്ച ദിവസം ഞങ്ങൾ പെരുന്നാളായി ആഘോഷിക്കുമായിരുന്നു. ഒരു ജൂതനാ പറഞ്ഞത്. നിങ്ങൾ ഖുർആനിലൊരു ആയത്തില്ലേ, ആ ആയത്ത് ഞങ്ങൾ ജൂതന്മാർക്കാ കിട്ടിയതെങ്കിൽ ഞങ്ങളന്ന് ആഘോഷിക്കും, അത് പെരുന്നാളാക്കും. ഏത് ആയത്തിനെ കുറിച്ച് ഞങ്ങൾ ഈ പറയണതെന്ന് ചോദിച്ചു. നിങ്ങളെ കിതാബിലില്ലേ, അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീനാ. നിങ്ങളുടെ ദീൻ ഞാൻ നിങ്ങൾക്ക് പൂർത്തിയാക്കി തന്നു, എൻ്റെ അനുഗ്രഹം നിങ്ങൾക്ക് സമ്പൂർണ്ണമാക്കി തന്നു, ഇസ്ലാം ഒരു മതമായി നിങ്ങൾക്ക് ഞാൻ പൊരുത്തപ്പെട്ടു തന്നു എന്ന് പറഞ്ഞില്ലേ, അത് എന്തോ ഒരു സന്തോഷമുള്ള മുഹൂർത്തമാണ്. നമ്മുടെ മിഷൻ കംപ്ലീറ്റഡ്, ഇത് അവസാനിച്ചു എന്ന് പറയാൻ, ഇസ്ലാം പൂർത്തിയായി കഴിഞ്ഞു. അത് ആഘോഷിക്കേണ്ട സമയത്ത് ഉമർ തങ്ങൾ പറഞ്ഞു, എനിക്കറിയാം ഐന നസലത് വമതാ നസലത്, എന്നാണത് ഇറങ്ങിയത്, എവിടെയാണ് ഇറങ്ങിയത് എന്ന് എനിക്കറിയാം. അത് ഒരു പെരുന്നാൾ ദിവസമായിരുന്നു, അതൊരു വെള്ളിയാഴ്ച ദിവസമായിരുന്നു. ഞങ്ങളുടെ ഹജ്ജുൽ അക്ബർ ആയിരുന്നു അന്ന്. അത് അവതരിച്ചത് ഹബീബായ നബി തങ്ങൾക്ക് അറഫയിൽ നിൽക്കുമ്പോഴാണ്. ഈ ഉമ്മത്തിനോട്, ലോക മനുഷ്യരോട് നബി തങ്ങൾ യാത്ര ചോദിച്ച അന്ത്യപ്രഭാഷണത്തിന്റെ സമയമാണത്. ഞങ്ങൾക്ക് ഓർമ്മയുണ്ടത്, ഞങ്ങൾക്ക് പെരുന്നാളായിരുന്നു, അറഫയിൽ ഇറങ്ങിയ ആയത്താണിത് എന്ന് ഉമർ റളിയല്ലാഹു അൻഹു തിരിച്ചു മറുപടി കൊടുത്തു. ഇസ്ലാം പൂർത്തിയാക്കി തന്നു.
ഈ ഒരു ആയത്തിറങ്ങിയപ്പോ സ്വഹാബിമാർ മുഴുവനും സന്തോഷം കൊണ്ട് കണ്ണു നിറയുകയാണ്. ആലോചിക്കണം, 1,23,000 ആളുകൾ. അന്ന് മൈക്കില്ല. അപ്പൊ കേട്ടവര് ഉറക്കെ ബാക്കിലുള്ളവർക്ക് പറഞ്ഞു കൊടുക്കും. മുബല്ലിഗീങ്ങൾ ഇപ്പൊ ഹറമിലൊക്കെ ഉള്ള ഇമാം അല്ലാഹു ബേക്കുന്ന അല്ലാഹു അക്ബർ, ഇമാം സമിഅ അല്ലാഹു ലിമൻ ഹമിദ റബ്ബനാ വലക്കൽ ഹംദ്. അത് പണ്ടുള്ള സിസ്റ്റമാണ്. നബിതങ്ങളുടെ കാലത്തുണ്ടത്. ബാക്കിയുള്ളവർ കേൾക്കാൻ മൈക്കില്ലാത്ത കാലത്ത് ഇപ്പൊ മൈക്കുണ്ടായതുകൊണ്ട് അത് ആവശ്യമില്ല. പക്ഷേ ആ സുന്നത്ത് അങ്ങനെ നിലനിർത്തുക. 1,23,000 ആളുകൾ. അതിൽ അബ്ബാസ് റളിയല്ലാഹു അൻഹു ഒക്കെ ഭയങ്കര ശബ്ദമുള്ള ആളായിരുന്നു. അബ്ബാസ് റളിയല്ലാഹു അൻഹു, അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബ് എന്നവർ 2-3 കിലോമീറ്റർ അപ്പുറത്തേക്ക് കേൾക്കാവുന്ന ശബ്ദം ഉണ്ടായിരുന്നു എന്നൊക്കെ ചരിത്രത്തിൽ കണ്ടിട്ടുണ്ട്. യാ അല്ലാഹ്, അവർക്ക് ഉറക്കങ്ങൾ വിളിച്ചു പറയും. അപ്പോൾ ബാക്കിയുള്ളവർ കേൾക്കും. എല്ലാവരും ശാന്തമായി നിൽക്കാൻ. അങ്ങനെ ബേക്കോട്ട് ഇങ്ങനെ തങ്ങൾ ഇവിടുന്ന് പറയും, ഇവിടുന്ന് ഒരാൾ ഉറക്കെ പറയും, ബാക്കിൽ നിന്ന് ഒരാൾ ഉറക്കെ പറയും. അങ്ങനെ കൈമാറുകയാണ്. അങ്ങനെയാണ് ആ സദസ്സ്. 1,23,000 സ്വഹാബിമാർ. ഇസ്ലാം പൂർത്തിയായി എന്ന് കണ്ടപ്പോൾ എത്ര യുദ്ധങ്ങൾ, എത്ര സന്ധികൾ, എത്രയൊക്കെ പ്രതിസന്ധികൾ, എത്ര ആളുകളുടെ ജീവൻ, എത്ര ആളുകൾ ഷഹീദുകളായി, ഇതൊക്കെ ആലോചിച്ചവർ കരയാണ്. പക്ഷേ ഹബീബായ നബി തങ്ങളുടെ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവന്റെ ജീവനായ ഒരു കൂട്ടുകാരൻ. പ്രവാചകന്മാർ മുഴുവനും സ്വർഗത്തിലേക്ക് കടന്നാൽ ഈ കൂട്ടുകാരനാണ് പിന്നെ സ്വർഗത്തിലേക്ക് അമ്പിയാക്കൾ കഴിഞ്ഞാൽ ഉടനെ കടക്കാൻ പോകുന്ന ഔലിയാക്കളുടെ നേതാവായി, അല്ലെങ്കിൽ സ്വഹാബികളിലെ നേതാവായി, അഷ്റഫുൽ ഖൽഖിന്റെ ഉമ്മത്തികളിലെ ഏറ്റവും സ്ഥാനമുള്ള ഒരു മഹാനുണ്ട്. അതാരെന്നറിയില്ലേ? മഹാനായ ഹബീബിന്റെ കൂട്ടുകാരൻ സ്വാഹിബുഹു ഫിൽ ഗാർ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അവിടെ നിന്ന് പൊട്ടിക്കരഞ്ഞു വന്നു. ഹബീബിന് അല്ലാഹുവിന്റെ അനുമതി വന്നു. സിദ്ദീഖേ, അല്ലാഹു അനുമതി തന്നിരിക്കുന്നു, നിങ്ങൾക്ക് എന്റെ കൂടെ വരാം. അതങ്ങ് കേട്ടപ്പോഴേ സിദ്ദീഖ് എന്നൊരു കരച്ചിൽ കരഞ്ഞിട്ടുണ്ട്, പൊട്ടിക്കരഞ്ഞിട്ടുണ്ട്. അത് സന്തോഷത്തിന്റെ കരച്ചിലായിരുന്നു. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ എന്ന കുട്ടിയാണ്. അവര് പറയാണ്, ഒരു മനുഷ്യൻ സന്തോഷം ഉണ്ടായിട്ട് ഇങ്ങനെ നിലവിളിച്ച് കരയുന്നുള്ളതൊന്നും എനിക്ക് അതുവരെ അറിയില്ലായിരുന്നു. സന്തോഷത്തിന്റെ കരച്ചിൽ. എൻ്റെ വാപ്പ അബൂബക്കർ എന്നിവർ കരഞ്ഞപ്പോഴാണ് ഞാൻ അറിയുന്നത് സന്തോഷം ഉണ്ടാകുമ്പോഴും ഇങ്ങനെ കരയുമോ. ജീവന് ഭീഷണിയുള്ള ഒരു യാത്രയാണത്. ആ യാത്രയിൽ ഹബീബിന്റെ കൂടെ ഞാനും വരട്ടെയോ എന്നൊരു ചോദ്യം മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചോദിക്കുമ്പോൾ ഹബീബായ നബി തങ്ങൾക്ക് എന്ത് അപകടം ഉണ്ടായാലും ആ അപകടത്തിന്റെ ഒരു അംശം സിദ്ദീഖ് തങ്ങളിലേക്കായിരിക്കും വരിക. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കൂടെ പോകുന്നത് ജീവൻ കൊടുക്കാനുള്ള യാത്രയാണ്. അങ്ങനെ ജീവൻ അപകടപ്പെടുത്തുന്ന ഒരു യാത്രയിൽ കൂടെ എന്നെ കൊണ്ടുപോവണേ എന്ന് ചോദിക്കുകയും അതിനല്ലാഹു അനുമതി നൽകുകയും ചെയ്തപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് സമ്മതം കിട്ടിയപ്പോൾ സിദ്ദീഖ് എന്നവർ കരഞ്ഞ കരച്ചിൽ സന്തോഷത്തിന്റെ കരച്ചിലാണ്. ഇസ്ലാം പൂർത്തിയായിരിക്കുന്നു, എന്റെ അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് ഞാൻ പൂർത്തിയാക്കി തന്നിരിക്കുന്നു. ഇസ്ലാമിനെ നിങ്ങൾക്ക് ഞാൻ മതമായി തൃപ്തിപ്പെട്ടിരിക്കുന്നു എന്ന ആയത്തിറങ്ങുമ്പോൾ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പൊട്ടിക്കരഞ്ഞു. അത് സങ്കടത്തിന്റെ കരച്ചിലായിരുന്നു. അപ്പൊ കൂടുതലുള്ള ആളുകൾ ഇങ്ങനെ പറയാൻ തുടങ്ങി, ഇസ്ലാം പൂർത്തിയായി എന്ന് അല്ലാഹു നമ്മളോട് അറിയിക്കുമ്പോ ഈ പ്രായമായ മനുഷ്യൻ എന്തിനാണ് ഇങ്ങനെ കരയുന്നത്? ഇത് സന്തോഷിക്കേണ്ട സമയമല്ലേ? എല്ലാവരും സന്തോഷിക്കുമ്പോൾ സന്തോഷിക്കല്ലേ വേണ്ടത്? ചില ആൾക്കാരുണ്ടാവും ഈ കല്യാണം തക്കാരൊക്കെ കൊളാക്കാൻ വേണ്ടി അമ്മായി എന്ന് തെറ്റിപ്പോവും, അല്ലെങ്കിൽ ഏട്ടത്തി അന്ന് വരൂല. അപ്പം എല്ലാവരും ചോദിക്കും ഏട്ടത്തി എവിടെ? അപ്പോൾ ആ പ്രശ്നം കണ്ട് എല്ലാവരും അറിയും. അവിടെ മിണ്ടാണ്ടിരുന്നാൽ മതി, അത് ചെയ്യൂല, ആണ് കൊളാക്കും. എല്ലാവരും സന്തോഷിക്കുമ്പോൾ ഒരാൾ മാത്രം മുഖം കറുപ്പിച്ചതിൻ്റെ ഉള്ളിൽ ഉണ്ടാവും വീട്ടിൽ. അങ്ങനെയാണ് കൊളാക്കുക. ഇങ്ങനത്തെ ഇഷ്ടപ്പെടുന്ന കുറച്ച് ആൾക്കാരുണ്ട്, എല്ലാ നാട്ടിലും ഉണ്ടാവും, പൊന്മുട്ടത്തുണ്ടാവില്ല ചിലപ്പെട്ടോ. അങ്ങനെ ചെയ്യുക, സന്തോഷത്തിന് കൂടല്ലേ ചെയ്യുക. ആ പിന്നെ പ്രശ്നങ്ങളൊക്കെ പോലും ഇല്ലാത്തത് അതൊക്കെ പിന്നെ അതിന് പരിഹാരം കാണാമെന്നല്ലാണ്ട് ഒരു കല്യാണം, ഒരു സൽക്കാരം, ഒരു വിശേഷം നടക്കുമ്പോഴേ ആ സന്തോഷത്തിൽ എല്ലാവരും അയൽവക്കം കുടുംബങ്ങളൊക്കെ കൂടണ്ടേ. അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, അന്നത് കാണിക്കണ്ട. ചില ആൾക്കാർ അന്നങ്ങോട്ട് കാണിക്കും. അത് സുബ്ഹാനല്ലാഹ് ജല്ല ജലാലു. അള്ളാഹു നല്ല ബോധം, നല്ല സ്വഭാവം കൊണ്ട് അള്ളാഹു നമ്മളെയൊക്കെ അനുഗ്രഹിക്കട്ടെ. സിദ്ദീഖ് തങ്ങളെ കുറിച്ച് അവർ പറയും, എല്ലാവരും സന്തോഷിക്കുമ്പോൾ ഇവർ സന്തോഷിക്കല്ലേ വേണ്ടത്? എന്തിനായി കരച്ചില്? അപ്പൊ നബി തങ്ങൾ ചോദിച്ചു സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട്, സലൂ, നിങ്ങളൊന്ന് പോയി ചോദിക്കുന്ന എന്തിനാണ് കരയുന്നത്?
സിദ്ദീഖ് തങ്ങൾ ഭയങ്കര ബുദ്ധിയുള്ളവരാ. ഞാൻ കരയുന്നത് മറ്റൊന്നുകൊണ്ടുമല്ല, ഇദാ തമ്മ അംറുൻ ബദാ നഖ്സുഹു, ഒരു കാര്യം പൂർത്തിയാവുകയാണെങ്കിൽ, ഒരു കാര്യം കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ അതിന്റെ ന്യൂനത കണ്ടു തുടങ്ങും, അതിന്റെ കുഴപ്പങ്ങൾ കണ്ട് സമ്പൂർണമായാൽ പിന്നെ അതിന്റെ ന്യൂനതയാണ് പിന്നെ ആരംഭിക്കുന്നത്. ഹബീബായ നബി തങ്ങൾ ഇസ്ലാം നമുക്ക് പൂർത്തിയാക്കി തന്നു എന്ന ആയത്തോതി തരുമ്പോൾ പൂർണ്ണമായി കഴിഞ്ഞാൽ പിന്നെ അതിനൊരു നഷ്ടം വരാനുണ്ട് എന്നതിന്റെ ഉള്ളിൽ സൂചനയുണ്ട്. ആ നഷ്ടം പുന്നാര നബി തങ്ങൾ നമ്മളോട് യാത്ര പറയുമോ എന്നാണ് എൻ്റെ പേടിയെന്ന് മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അത് വലിയൊരു നഷ്ടമായിരിക്കും. നബി തങ്ങൾ എന്തിനു വന്നു? ആ ദൗത്യം പൂർത്തിയായി എന്നല്ലേ പറഞ്ഞത്. ദൗത്യം പൂർത്തിയായാൽ തങ്ങൾ പോകും, തങ്ങൾ വഫാത്തായി പോകും. എൻ്റെ റസൂൽ ലോകത്തോട് വിട പറയുമോ എന്ന് ഞാൻ പേടിക്കുന്നു. 63 വയസ്സുള്ള നബി തങ്ങൾക്ക് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, 63 വയസ്സ് ആരോഗ്യമുള്ള സമയമാണ്. അത് പേടിച്ചു സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അത് മാത്രമല്ല, ഹബീബായ നബി തങ്ങൾ ആ ഒരു സമ്മേളനത്തിലാണ് പറയുന്നത്, യാ അയ്യുഹന്നാസ്, അല്ലയോ ജനങ്ങളെ, ഇസ്മഊനി, എന്നെ ശ്രദ്ധിച്ചു കേൾക്കണമേ, ലഅല്ലി ലാ അറാകും ബഅദ ഹാദൽ ആമി ഫീ മഖാമി ഹാദാ, ഇതുപോലെ ഒരു സ്ഥലത്ത് വെച്ച് ഈ ഒരു കൊല്ലം കഴിഞ്ഞതിന് ശേഷം നിങ്ങളെ ഒരിക്കലൂടെ ഒരു അറഫയിൽ കണ്ടുമുട്ടും എന്നെനിക്ക് തോന്നുന്നില്ല. ഇനി ഒരിക്കലൂടെ നിങ്ങളെ എനിക്കിവിടെ കാണാൻ പറ്റുമോ എന്ന് എനിക്ക് തോന്നുന്നില്ല. ലഅല്ലി ലാ അൽഖാകും ഫീ മഖാമി ഹാദാ ബഅദ ആമി ഹാദാ. 63ലേക്ക് കടക്കുകയാണ് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ ഇനി നിങ്ങളെ കണ്ടില്ലെങ്കിലോ, നിങ്ങളെനിക്ക് കാണാൻ കഴിയില്ല എന്ന് തോന്നുന്നു. അതുകൊണ്ട് എന്നെ ശ്രദ്ധിച്ചു കേൾക്കണമേ എന്ന് പറഞ്ഞ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ ഹബീബിന്റെ അവസാനത്തെ വിടവാങ്ങൽ പ്രഭാഷണം നടത്തിയവിടെ, കുല്ലുക്കും മിൻ ആദം, നിങ്ങളെല്ലാവരും ആദം നബിയുടെ മക്കളാണ്. വ ആദമു മിൻ തുറാബ്, ആദം നബിയെ പടച്ചത് പച്ച മണ്ണിൽ നിന്നാണ്. നിങ്ങളാരും അഹങ്കരിക്കരുത്. അല്ല, സൗണ്ടുള്ള ബൈക്കാന്ന് വിചാരിച്ച് പൊട്ടിച്ചടങ്ങാറാക്കി വല്ലാണ്ട് അതും എന്ത് ചെയ്യരുത്, ഒന്ന് ഞെളിയരുത്. വല്ല അച്ചടക്കത്തിൽ അതബിൽ യാത്ര ചെയ്തോ. എന്ത് നിഅമത്ത് അല്ലാഹ് തന്നാലും വിനയവും താഴ്മയും അതിൻ്റെ കൂടെ നിങ്ങൾ ചേർത്ത് വെക്കണം. അഹങ്കരിക്കരുത്. നിങ്ങളൊക്കെ ആദം നബിയുടെ മക്കളാണ്. തറവാടിൻ്റെ പേര് പറഞ്ഞ് മറ്റുള്ളവരെക്കാൾ നിങ്ങൾ മീതയാണെന്ന് പറയല്ലേ. കുല്ലുക്കും മിൻ ആദം വ ആദമു മിൻ തുറാബ്. ആദം നബിയെ മണ്ണെന്നല്ലേ പടച്ചത്. നമ്മളൊക്കെ ആദം നബിയുടെ മക്കളല്ലേ. എല്ലാ മനുഷ്യരോടും, എല്ലാ ജാതിയും, എല്ലാ മതവും മതമില്ലാത്തവരും ഒക്കെ പെട്ടതിൽ മനുഷ്യരായ മനുഷ്യർ മുഴുവൻ ആദം നബിയുടെയും ഹവ്വാ ബീവിയുടെയും മക്കളാണ്. പിന്നെ പറഞ്ഞു, ഞാൻ വരുന്നതിൻ്റെ മുമ്പ് നിങ്ങൾ ഒരുപാട് യുദ്ധം ചെയ്തവരാണ്, ഒരുപാട് പകരം വീട്ടിയവരാണ്. ആ പകരം വീട്ടലെല്ലാം ഞാൻ ഇന്ന് എൻ്റെ കാലിൻ്റെ താഴെ ചവിട്ടി താഴ്ത്തുകയാണ്. പഴയകാല കഥ പറഞ്ഞ് ഇനി ആരും പലിശ വാങ്ങുന്നവരും കൊടുക്കുന്നവരൊക്കെ ആയിരുന്നു. പലിശക്ക് കൊള്ളപ്പലിശയും അതിലേറെയും വാങ്ങിച്ചിരുന്ന ആളുകൾ ഉണ്ടായിരുന്നു ജാഹിലിയ്യത്തിൽ. അന്ന് പലിശ കൊടുക്കാനുള്ളവരോ വാങ്ങിക്കാനുള്ളവരോ ഉണ്ടെങ്കിൽ ഇതാ ഇന്നത്തെ ദിവസം എൻ്റെ കാലിൻ്റെ താഴെ എല്ലാ പലിശയും ഞാൻ ചവിട്ടി താഴ്ത്തുകയാണ്. ഇനി പലിശ തരാണ്ട് എന്ന് പറഞ്ഞ് പഴയ കണക്ക് വെച്ച് വരരുത്. നമുക്കത് പാടില്ലാത്തതാണ്. മനുഷ്യനെ മനുഷ്യനായി കാണുക. കടം കൊണ്ട് കൊടുങ്ങുന്ന ആളെ നിങ്ങൾ സഹായിക്കുമ്പോൾ തിരിച്ചുവരുമ്പോൾ ഏറെ വേണമെന്ന് പറയല്ല. അവൻ ഗതികേട് കൊണ്ടാണ് നിന്നോട് സഹായം ചോദിച്ചത്. അതിനെ ചൂഷണം ചെയ്യരുത്, പലിശ വാങ്ങിക്കരുത്. മനുഷ്യനെ മനുഷ്യനായി കണ്ട് സഹായിക്കണം. പലിശ വാങ്ങിക്കുന്നതും കൊടുക്കുന്നതും അബ്ബാസ് ഇബ്നു അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹു ഇസ്ലാമിലേക്ക് വരുന്നതിന് മുമ്പ് പലിശന്റെ ഏർപ്പാട് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ പലിശയെല്ലാം ഞാൻ എൻ്റെ കാലിൽ ചവിട്ടിത്താഴ്ത്തുകയാണ്. പാടില്ല, ഇനി എല്ലാം നിർത്തിവെച്ചേക്കണം. പിന്നെ പറഞ്ഞു, അസ്വലാഹ്, നിസ്കാരം നിലനിർത്തേണമേ. വമാ മലക്കത് ഐമാനുക്കും, വമാ മലക്കത് ഐമാനുക്കും, നിങ്ങളുടെ ആശ്രിതരായി കഴിയുന്ന ആളുകളെയും നിങ്ങൾ ശ്രദ്ധിക്കണമേ. നിങ്ങളുടെ ഭാര്യമാർ, അന്ന് അടിമപ്പെണ്ണുങ്ങളുണ്ട്, ആണുങ്ങളുണ്ട്, അടിമകൾ, അവരെ, നിങ്ങളുടെ ഖാദിമീങ്ങളെ നിങ്ങൾ ശരിക്കും നോക്കേണമേ. നിസ്കാരം നിലനിർത്തേണമേ. പുണ്യനബിയുടെ സാരോപദേശങ്ങളാണ്. എന്തൊരു മനോഹരമായ സാരോപദേശം. അവിടുന്ന് യാത്ര ചോദിക്കുകയാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ലഅല്ലി ലാ അൽഖാകും ബഅദ ആമി ഹാദാ ഫീ മഖാമി ഹാദാ. 23 വർഷം
വർഷക്കാലത്തിനിടക്ക് ഒരു വിശ്രമിക്കാൻ അവസരമില്ലാതെ ഓടി നടന്ന അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം 23 വർഷക്കാലത്തെ ഈ ത്യാഗം കൊണ്ട് നബി തങ്ങൾ എന്തു നേടി എന്ന് ചോദിച്ചാൽ ദുനിയാവ് നേടിയിട്ടില്ല, സമ്പത്തുണ്ടാക്കിയിട്ടില്ല. ദാരിദ്ര്യമായിരുന്ന ഹബീബ് വഫാത്താകുമ്പോൾ പോലും വീട്ടുകാർക്ക് തിന്നാൻ വേണ്ടി വാങ്ങിച്ച ബാർലിയുടെ ധാന്യമണികൾ ഞാൻ കാശ് തരുന്നത്, അന്ന് എന്റെ വാള് തിരിച്ചു തന്നാൽ മതി എന്ന് പറഞ്ഞ് ജൂതന് നബി തങ്ങൾ വാള് പണയപ്പെടുത്തി എന്ന് കേൾക്കാം. പണയം പറയുമ്പോൾ ആ ബാങ്ക് പണയെന്ന് ചിന്തിക്കേണ്ട, അത് ആ പണയല്ല, ഇതിവിടെ വെച്ചോ, എനിക്ക് പൈസ തരാൻ പറ്റിയില്ലെങ്കിൽ ഇത് നിങ്ങൾ എടുത്തോ. പുണ്യ നബി തങ്ങൾ വഫാത്താകുമ്പോൾ അവിടുത്തെ വാളോ അല്ലെങ്കിൽ പടയെങ്കി, രണ്ടഭിപ്രായങ്ങളാണ്. അത് ജൂതന്റെ അരികത്ത് പണയപ്പെടുത്തിയതാണ്, പലിശക്കല്ല എന്ന് ചേർത്ത് വായിക്കണേ. ഹബീബായ നബി തങ്ങൾ അങ്ങനെയാണ് ലോകത്തോട് വിട പറയുന്നത്. 23 കൊല്ലം പിന്നെ എന്തിന് ത്യാഗം ചെയ്യണം? നിരക്ഷരായ ആളുകൾ ചിന്തിക്കാൻ വേണ്ടി ഞാൻ പറയാണ്. പുണ്യ നബിയെ നിങ്ങൾ വെറുതെ തെറ്റിദ്ധരിക്കേണ്ട, തെറ്റിദ്ധരിക്കാൻ വലിയ പണിയൊന്നുമില്ല, വെറുതെ തെറ്റിദ്ധരിക്കുക, ഒരു ന്യായം വേണ്ടേ? എന്തിന് നബി തങ്ങൾ ഉഹദിലും ബദറിലും ഇറങ്ങണം? പലരും മതം ചൂഷണം ചെയ്യുന്നവരാണ്. പുണ്യ നബിക്ക് ഇത് ചെയ്യാമായിരുന്നോ? ഞങ്ങളത് ചെയ്തോ? ഇല്ല. അവിടുന്ന് വരുമ്പോ സമ്പത്തുണ്ടായിരുന്നു എന്ന് പറയേണ്ടി വരും. ഖദീജ ബീവി റളിയല്ലാഹു അൻഹയെ കല്യാണം കഴിച്ചിടം മുതൽ. പക്ഷേ നബി വഫാത്താകുമ്പോ മാത്രമുണ്ട്, ഒരു തോലിന്റെ കഷ്ണമുണ്ട്, ഒരൽപ്പം ഈത്തപ്പഴമുണ്ട്, ഇത്രയേ ഉണ്ടായുള്ളൂ. മദീനയിൽ കൊട്ടാരമുള്ള സഹാബിമാരുണ്ടെന്നവിടെ. സുബൈർ ഇബ്നു അവ്വാം റളിയല്ലാഹു അൻഹു. പക്ഷേ നബി തങ്ങൾക്കതില്ല സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തിന് ഇതൊക്കെ ചെയ്യണം? അല്ലാഹു ചെയ്ത ത്യാഗം, അല്ലാഹുവിന് വേണ്ടി ചെയ്ത ത്യാഗമാണ്, വേറൊന്നുമില്ല. ലാ അസ്അലുകും അലൈഹി മിൻ അജ്രിൻ ഇൻ അജ്രിയ ഇല്ലാ അലല്ലാഹ്. നിങ്ങൾക്ക് ഞാൻ മതം പഠിപ്പിച്ചു തരുന്നതിന് നിങ്ങളോട് ഞാൻ ഒരു പ്രതിഫലവും ചോദിക്കുന്നില്ലേ. എനിക്ക് നൽകുന്ന പ്രതിഫലം അല്ലാഹു നൽകുന്നതാണ്. ഇത് പറയാത്ത പ്രവാചകന്മാരില്ല. അഷ്റഫുൽ ഖൽഖ് തങ്ങളും അങ്ങനെ തന്നെ. ഒന്നും സമ്പാദിച്ചിട്ടില്ലല്ലോ, എന്തെങ്കിലും ഉണ്ടാക്കണ്ടേ? വേറെ ലക്ഷ്യം തങ്ങൾക്കുണ്ടായിരുന്നെങ്കിൽ ചെയ്തില്ലല്ലോ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തിന്? നമ്മെ സ്വർഗത്തിലേക്ക് കൈപിടിച്ചു കൊണ്ടുപോകാൻ തന്നെയാണ്. വ്യാഴാഴ്ച ദിവസം ഹബീബായ നബി തങ്ങൾക്ക് പനി ബാധിക്കുന്നു, അവിടത്തേക്ക് തളർച്ച വരുന്നു. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയ്ക്ക് അന്ന് തലവേദനയുണ്ട്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ എന്റെ തലയെ എന്ന് പറഞ്ഞ തലവേദന കൊണ്ട് ആയിഷ റളിയല്ലാഹു അൻഹ വിഷമിക്കുമ്പോ അഷ്റഫുൽ ഖൽഖാണ് പറഞ്ഞത്, ബൽ വറസാ, ആയിഷ നിങ്ങളുടെ തലവേദനയല്ല, എനിക്കുണ്ട് തലവേദന, നിങ്ങളുടേത് ഞാൻ ഏറ്റെടുത്തേക്കാം. എന്റെ തലവേദന വലുതാണ്, വലിയ വേദനയുണ്ട് എനിക്ക് എന്ന് ഹബീബായ നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അവിടുത്തെ നെറ്റിയിൽ കൈവച്ച് നോക്കുമ്പോൾ തീ പൊള്ളുന്ന ചൂടുണ്ട്. ആ പനി വരുന്നത് വ്യാഴാഴ്ച ദിവസമാണ്. വ്യാഴം, വെള്ളി, ശനി, ഞായർ, തിങ്കൾ ഹബീബ് ലോകത്തോട് വിട പറയുന്നു. വ്യാഴാഴ്ച ദിവസത്തെക്കുറിച്ച് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വറസാ ബൽ അന വറസാ والله لولا أن يتمنى متمن أو يدعي مدع لأرسلت إلى أبيك وإلى أخيك فأكتب لهم كتابا. ആയിഷ ബീവി, നിങ്ങളുടെ വാപ്പയെ വിളിച്ച് നിങ്ങളുടെ സഹോദരൻ അബ്ദുറഹ്മാൻ ഇബ്നു അബീ ബക്കർ റളിയല്ലാഹു അൻഹുവിനെ വിളിച്ച് ഞാനൊരു വസിയത്ത് ചെയ്താലോ എന്ന് പോലും ഞാൻ ഓർത്തു പോവുകയാണ്. ആയിഷ, എനിക്ക് മരണം അടുത്തിരിക്കുന്നു എന്ന് എനിക്ക് തോന്നുന്നുവെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതിന്റെ തൊട്ട് തലേ ദിവസമാണ് ഖറജ റസൂലുള്ളാഹി ഇലൽ ബഖീഇൽ അർഖദ്. ഹബീബായ നബി തങ്ങൾ ജന്നത്തുൽ ബഖീഇലേക്ക് ചെല്ലുന്നു. അവിടെയാണ് അഹ്ബാബുകൾ കിടക്കുന്നത്, അവിടെയാണ് ഹബീബിന്റെ മുഹിബ്ബീങ്ങൾ കിടക്കുന്നത്, അവിടെയാണ് ഹബീബിന്റെ ഈ ഉമ്മത്തിന്റെ ത്യാഗീവര്യന്മാരായ മഹത്തുക്കളും മഹദികളും കിടക്കുന്നത്. മദീന പള്ളിയോട് ചേർന്ന് കിടക്കുന്ന ഖബർസ്ഥാൻ, ആ വിശുദ്ധമായ ഖബർസ്ഥാനിൽ മറവ് ചെയ്യപ്പെടാൻ ഭാഗ്യമുള്ളവർ ഖബറിന്റെ ശിക്ഷയില്ലാതെ ഹിസാബില്ലാതെ രക്ഷപ്പെടുമെന്ന് മഹാന്മാർ. ഹബീബായ നബി തങ്ങൾ അവിടെ സന്ദർശിക്കുന്നു, അവർക്ക് വേണ്ടി ദുആ ചെയ്യുന്നു. എന്നിട്ട് നബി തങ്ങൾ പറഞ്ഞു, എനിക്ക് ഉഹദ് വരെ പോകണം. അവിടെയാണ് 70ഓളം സ്വഹാബിമാർ, ഹംസ റളിയല്ലാഹു അൻഹു എന്ന് പറയുന്ന ഹബീബായ നബി തങ്ങളുടെ പ്രിയപ്പെട്ട പിതൃ സഹോദരൻ അന്ത്യവിശ്രമം കൊള്ളുന്ന ഇടമാണ് ഉഹദിലെ ശുഹദാ.
ഉഹദിലെ ശുഹദാഇനെ ചെന്ന് നബി തങ്ങൾ കാണുന്നു, അവർക്ക് വേണ്ടി ദുആ ചെയ്യുന്നു, കുറേ നേരം അവിടെ ഇരിക്കുന്നു. വരാൻ പോകുന്ന ഒരു ലോകത്തേക്ക് ഹബീബായ നബി തങ്ങൾ പാകപ്പെടുത്തുകയാണ്, അല്ലെങ്കിൽ ഒരുങ്ങുകയാണ് എന്ന് സ്വഹാബികൾക്ക് മനസ്സിലായി തുടങ്ങി. ഇലല്ലാഹി നഷ്കൂ ഖസ്വതൻ ഫീ ഖുലൂബിനാ വഫീ കുല്ലി യൗമിൻ വാഇദുൽ മൗതി യൻജബു ഹുവൽ മൗതു മാ മിൻഹു മലാദു വമഹ്റബു ഇദാ ഹത്തദാ അൻ അർശിഹി ദാക യർകബു نؤمل آمالا ونرجو نتاجها وعل الردى مما نرجيه يقرب ونبني القصور الشامخات في الهوى وفي علمنا أننا نموت وتخرب. മരണം ഓർക്കുന്നത് കഠിനമുള്ള ഹൃദയങ്ങൾ ഒന്ന് ലോലമാവാൻ നല്ലതാണ്. മീസാൻ കല്ലുകളിലേക്ക് ഒന്ന് നോക്കണേ. എത്ര പേർ ഭൂമിക്ക് മുകളിൽ നടന്നവരാണവർ, എത്ര വിശാലമായ വീടുകളിൽ പാർത്തവരാണ്. അവരുടെ വീട് ഒരു കൊച്ചു കൊച്ചു കല്ലിൻ്റെ അറയായി മാറിയില്ലയോ? ഇവിടേക്കാണ് ഞാനും വരുന്നത് എന്ന് ഓർക്കാൻ. അലാ കുൻതു നഹൈതുകും മിൻ സിയാറത്തിൽ ഖുബൂരി ഫസൂറുഹാ. ഒരു കാലത്ത് ഞാൻ നിങ്ങളോട് പാടില്ലെന്ന് പറഞ്ഞത് ഞാനിതാ നിങ്ങളോട് കൽപ്പിക്കുകയാണ്, നിങ്ങൾ ഖബറുകൾ ചെന്ന് കാണണമേ. ഫഇന്നഹാ തുദക്കിറുകുമുൽ ആഖിറ. അത് നിങ്ങൾക്ക് പരലോകം ഓർമ്മപ്പെടുത്തുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പരലോകം ഓർമ്മപ്പെടുത്തും. 2 സെന്റ് ഭൂമിക്ക് വേണ്ടി, 5 സെന്റ് ഭൂമിക്ക് വേണ്ടി, പൈസയ്ക്ക് വേണ്ടി തമ്മിൽ തല്ലുന്ന മനുഷ്യന്റെ ആർത്തിയും മനുഷ്യന്റെ അഹങ്കാരവും അവസാനിക്കാൻ മീസാൻ കല്ലുകൾ പറയുന്ന കഥ കേട്ടാൽ മതി. ഇങ്ങനെയൊക്കെ നടന്നവരാണ്. ആരൊക്കെയാണ് അവിടെ കിടക്കുന്നതിൽ? പിഞ്ചുമക്കളുണ്ട്, ചെറുപ്പക്കാരുണ്ട്, യുവാക്കളുണ്ട്, യുവതികളുണ്ട്, പ്രായമുള്ളവരുണ്ട്. എല്ലാവർക്കും കടന്നു പോകാനുള്ള സുരക്ഷിതമായൊരു വീട് നമ്മൾ വല്ലപ്പോഴും ഓർത്തു നോക്കിയിട്ടുണ്ടോ? ആ ഒരു യാത്ര നമുക്കും സുരക്ഷിതമാണെന്ന്. ഇലല്ലാഹി നഷ്കൂ ഖസ്വതൻ ഫീ ഖുലൂബിനാ വഫീ കുല്ലി യൗമിൻ വാഇദുൽ മൗതി യൻജബു. അല്ലാഹുവിനോട് നമ്മൾ പരാതി പറയുകയാണ്. ഖസ്വതൻ ഫീ ഖുലൂബിനാ. നമ്മുടെ ഹൃദയങ്ങളിൽ നമുക്ക് ഹൃദയത്തിന് കാഠിന്യമുണ്ട്, കരുണ തോന്നുന്നില്ല, ഇബാദത്തിന് ഉന്മേഷമില്ല. എന്നാൽ മരണത്തിന്റെ വിളിയാളം നമ്മുടെ മുമ്പിലൂടെ കടന്നു പോകുന്നില്ലേ? വാട്സപ്പുകളിൽ നമുക്ക് മെസ്സേജ് വരുന്നുണ്ട്, ഇന്നവർ മരണപ്പെട്ടു. പത്രങ്ങളിൽ കാണുന്നുണ്ട്, ഇന്നവർ മരണപ്പെട്ടു. ന്യൂസുകളിൽ കാണുന്നുണ്ട് മരണം കൂട്ടമായി നടക്കുന്നത്. മലവെള്ളപ്പാച്ചിൽ വരുന്നതിൽ ചലനമുണ്ടാക്കുന്നുണ്ടോ? അല്ലാഹുവിന്റെ ഹബീബ് 2 സ്ഥലങ്ങളാണ് അവിടെ സന്ദർശിച്ചത്. ഒന്ന് ജന്നത്തുൽ ബഖീ, മറ്റൊന്ന് ശുഹദാ ഉഹദ്. ഉഹദിലെ ശുഹദാഇനെ ചെന്ന് കണ്ടു. ജന്നത്തുൽ ബഖീൽ കിടക്കുന്ന മഹാന്മാരായ സ്വഹാബിമാരെ കണ്ടു. ഹബീബായ നബി തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം രാത്രിയിൽ, അതീവ ഇരുട്ടുള്ളൊരു രാത്രിയിൽ, മഹാനായ അബൂ മുവൈഹിബ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, യാ അബാ മുവൈഹിബ അസ്രിജ് ലീ ദാബതി. അബാ മുവൈഹിബ, നിങ്ങൾ എൻ്റെ കുതിരയുടെ ദേഹത്ത് എനിക്ക് സഞ്ചരിക്കാനുള്ള വിരിപ്പിട്ട് തരണമേ. അന്നൊരു രാത്രിയാണ്. അബൂ മുവൈഹിബ റളിയല്ലാഹു അൻഹു കുതിരയെ സജ്ജമാക്കി കൊടുക്കുന്നു. ഫറകിബഹ. ആ വ്യാഴാഴ്ചയുടെ തലേ ദിവസം ഹബീബായ നബി തങ്ങൾ കുതിരപ്പുറത്ത് കയറുന്നു. ഫദഹബതു മഅഹു. അബൂ മുവൈഹിബ തങ്ങൾ ഹബീബിന്റെ കൂടെയുണ്ട്. ഹത്താ അത്തശുഹദാ ഫീ ഉഹുദിൻ. ഉഹുദിൽ കഴിയുന്ന ശുഹദാഇനെ ചെന്ന് സന്ദർശിച്ചു അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഫസല്ലമ അലൈഹിം സലാമൽ മുവദ്ദിഅ. അവരോട് സലാം പറഞ്ഞു, ഒരു യാത്ര ചോദിക്കുന്നവരുടെ സലാം. എന്നിട്ട് അവിടുന്ന് പറഞ്ഞ വാക്കുകളാണ്, അന ഷഹീദുൻ അലൈക്കും അന്നകും ഇൻദല്ലാഹി ശുഹദാ. ഉഹദിലെ ശുഹദാക്കളെ, നിങ്ങൾ അല്ലാഹുവിന്റെ കണക്കിൽ ശുഹദാക്കളാണെന്നതിന് ഞാൻ നിങ്ങൾക്ക് സാക്ഷിയാണ്. എന്നിട്ട് മഹാനായ നബി തങ്ങൾ കൂടെ വന്ന മൗലയായ അബാ മുവൈഹിബ തങ്ങളോട് പറഞ്ഞു, അബാ മുവൈഹിബ മഫാത്തിഹ ഖസാഇനിദ് ദുനിയാ. അബൂ മുവൈഹിബ, അല്ലാഹു എനിക്ക് 2 അവസരങ്ങൾ തന്നു. ഒന്ന്, ഇവിടെ തന്നെ നിലനിൽക്കാൻ, മരണമില്ലാതെ ഒരുപാട് ആയുസ് തരാൻ. ദുനിയാവിൻ്റെ താക്കോലുകൾ, ഖജാനയുടെ താക്കോലുകൾ, സമ്പത്തിന്റെ താക്കോലുകൾ എൻ്റെ കൈകളിൽ അല്ലാഹു തരികയും വബൈന ലിഖാഇ റഫീഖിൽ അലാ,
ഉന്നതങ്ങളിൽ കിടക്കുന്ന എൻ്റെ കൂട്ടുകാരനായ റഫീഖായ അള്ളാഹുവിൻ്റെ അരികത്തേക്ക് പോകാൻ ഇതിലേതാണ് വേണ്ടത് എന്ന് എനിക്ക് അള്ളാഹു ചോയ്സ് തന്നു. അബാ മുവൈഹിബ എന്ന് ഉഹദിൽ വെച്ച് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോഴാണ് അബൂ മുവൈഹിബ റളിയല്ലാഹു അൻഹു പറഞ്ഞ മറുപടി, ബി അബീ അൻത വ ഉമ്മീ യാ റസൂലല്ലാഹ്. അള്ളാഹുവിൻ്റെ റസൂലേ, എൻ്റെ ഉമ്മ മരിച്ചോട്ടെ അങ്ങ് ജീവിക്കണം, എൻ്റെ വാപ്പ മരിച്ചോട്ടെ അങ്ങ് ജീവിക്കണം, ഞാൻ മരിച്ചോട്ടെ നബിയെ, അതിന് പകരം അങ്ങ് ജീവിച്ചാൽ മതി. ഞങ്ങളുടെയൊക്കെ ജീവനേക്കാൾ വലുത് അങ്ങയുടെ ജീവനാണ് നബിയെ. ആ ആശയം കിട്ടാനാണ് ബി അബീ അൻത വ ഉമ്മീ യാ റസൂലല്ലാഹ്. ഈ ലോകത്ത് നിലനിൽക്കണോ, സമ്പത്തും അധികാരവും കയ്യിലേന്തിയിട്ട് ഒരുപാട് കാലം മരിക്കാതെ ജീവിക്കണോ, അതല്ല അള്ളാഹുലേക്ക് ഉടനെ പോരേണമോ എന്ന ചോദ്യം അള്ളാഹുവിൻ്റെ ഹബീബിന് ഉണ്ടായി എന്ന് കേട്ടപ്പോൾ മഹാനായ അബൂ മുവൈഹിബ റളിയല്ലാഹു അൻഹു നമ്മൾ ആരും ചിന്തിക്കുന്ന പോലെ, നബിയെ ഈ ലോകത്തിന്റെ താക്കോലുകൾ വാങ്ങിക്കോളൂ നബിയെ, കഴിയുന്ന കാലം അത്രയും നബിയെ അങ്ങ് മരിക്കാതെ ഈ ലോകത്ത് നിന്നുകൂടെ, എന്നിട്ടങ്ങ് മരിച്ചു പോയിക്കോളൂ നബിയെ, പെട്ടെന്ന് പോകരുതേ എന്ന് മഹാനായ അബൂ മുവൈഹിബ റളിയല്ലാഹു അൻഹു അഷ്റഫുൽ ഖൽഖിനോട് മറുപടി പറയുന്നു. ആ മറുപടിക്ക് ഹബീബ് കൊടുത്തൊരു മറുപടിയുണ്ട്. ഫഖാല അലൈഹി സ്വലാത്തു വസ്സലാം ബലിർ റഫീഖൽ അലാ ബലിർ റഫീഖൽ അലാ ബലിർ റഫീഖൽ അലാ. ഉന്നതങ്ങളിൽ കിടക്കുന്ന അള്ളാഹുവിൻ്റെ സാമീപ്യമാണ് എനിക്ക് വേണ്ടത്. ഉന്നതങ്ങളിൽ കഴിയുന്ന അള്ളാഹുവിൻ്റെ സാമീപ്യത്തിലേക്ക് ഞാൻ പോവുകയാണ്. അബാ മുവൈഹിബ, എനിക്ക് വേണ്ട, ഞാൻ പോവുകയാണ്, എൻ്റെ ഡ്യൂട്ടി കഴിഞ്ഞിരിക്കുന്നു. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു കിതാബുൽ ജനായിസിൽ ഉഖബത്ത് ഇബ്നു ആമിർ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസുണ്ട്. ഖതബനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബഅദമാ വസല ശുഹദാഉ ഫി ഉഹദിൻ. ഉഹദിലുള്ള ശുഹദാക്കളുടെ അരികത്ത് നബി തങ്ങൾ എത്തിയതിന് ശേഷം അവിടുന്ന് ഒരു ഖുതുബ നിർവഹിച്ചു. ഫസല്ലമ അലൈഹിം സലാമൽ മുവദ്ദിഅ. യാത്ര ചോദിക്കുന്ന ഒരാളിൻ്റെ സലാം നബി തങ്ങൾ ശുഹദാക്കളോട് പറഞ്ഞു. ഞാൻ നിങ്ങളിലേക്ക് യാത്ര വരികയാണ്, ഈ ലോകത്തോട് യാത്ര പോവുകയാണ്. സ്വഹാബികളോടൊക്കെ അത് പറഞ്ഞു. എന്നിട്ട് അവിടെ നിന്നൊരു പ്രഭാഷണം ചെയ്തു. യാ അയ്യുഹന്നാസ്, ശ്രദ്ധിച്ചു കേൾക്കണേ, അല്ലയോ ജനങ്ങളെ, വല്ലാഹി മാ അഖാഫു അലൈക്കുമുൽ ഫഖർ, നിങ്ങൾക്ക് തിന്നാനും ഉടുക്കാനും കിട്ടാതെ ദാരിദ്ര്യം വന്നു പോകുമോ എന്ന് ഞാൻ ഒരിക്കലും പേടിക്കുന്നില്ല, അതിനെക്കുറിച്ച് എനിക്ക് പരിഭ്രാന്തിയില്ല. വലാകിൻ അഖാഫു അൻ തുഫ്തഹ അലൈക്കുമുദ് ദുനിയാ, പക്ഷേ ഞാൻ പേടിക്കുന്നത് നിങ്ങൾക്ക് അള്ളാഹു ലോകത്തിൻ്റെ സമ്പത്തിൻ്റെ വാതിലുകൾ തുറന്നു തരുമോ എന്ന് ഞാൻ പേടിക്കുന്നു. എല്ലാവർക്കും ബിസിനസ്, എല്ലാവരുടെ കയ്യിലും കാശ്, എല്ലാവർക്കും വാഹനം, എല്ലാവർക്കും സൗകര്യങ്ങൾ, ഇങ്ങനെ നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളുടെ മുൻഗാമികൾ സമ്പത്തിന് വേണ്ടി പരസ്പരം മത്സരിച്ചതുപോലെ കച്ചവടക്കാരന് ഉപദ്രവം വരാൻ സിഹറും മാരണവും ചെയ്യുന്ന പോലെ സമ്പത്ത് മുഴുവൻ എനിക്ക് വേണം, അവനുണ്ടാവരുത് എന്ന് മനസ്സിൽ ആർത്തി കാണിക്കുന്ന പോലെ നിങ്ങളും ആർത്തി കാണിക്കുമോ? നിങ്ങളും തിന്മകളിലേക്ക് പോകുമോ? ഫതുഹ്ലികകും കമാ അഹ്ലകതുഹും, പൈസ കൊണ്ടാണ് നിങ്ങളുടെ മുൻഗാമികൾ നശിച്ചു പോയത്, അതുകൊണ്ട് നിങ്ങൾക്ക് നാശം വരുമോ എന്ന് ഞാൻ പേടിക്കുന്നു എന്ന് ഉഹദിൽ വെച്ച് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹബീബായ നബി തങ്ങൾ ഖുതുബ നിർവഹിക്കുന്നു. ഇതൊരു വലിയ പാഠമാണ്. സമ്പത്തില്ലാത്തത് ഉണ്ടാവുന്നത് ഇത് രണ്ടും അല്ലാഹു തആലയുടെ ഇഷ്ടത്തിൻ്റെ അടയാളമല്ല. സമ്പത്ത് അല്ലാഹു ഇഷ്ടപ്പെടുന്നവർക്കും കൊടുക്കും, ഇഷ്ടപ്പെടാത്തവർക്കും കൊടുക്കും. പക്ഷേ അല്ലാഹുവിൻ്റെ ഇഷ്ടത്തിൻ്റെ അടയാളം അത്തഖ്വാ, അല്ലാഹുവിനോടുള്ള ഇഷ്ടമാണ്. ഹൃദയത്തിൽ അല്ലാഹുവിനോടുള്ള ഭയപ്പാടാണ്. അല്ലാഹുവിൻ്റെ ശരീഅത്തിനോടുള്ള ബഹുമാനം നിങ്ങളുടെ ഖൽബിലുണ്ടോ? അത് അല്ലാഹു ഇഷ്ടപ്പെട്ടതിൻ്റെ അടയാളമാണ്, മറ്റേതൊന്നും അതിൻ്റെ അടയാളമല്ല. അള്ളാഹു ഇഷ്ടപ്പെട്ടതിൻ്റെ അടയാളം ദീനാണ്, സമ്പത്തല്ല എന്ന് മഹാനായ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ അഹബ്ബല്ലാഹു ഖൗമൻ ഇബ്തലാഹും ഫമൻ റളിയ ഫലഹു الرضا വമൻ സഖിത ഫലഹു السخط. പുണ്യ നബി ഞങ്ങൾക്ക് ആ വ്യാഴാഴ്ച ദിവസം പനി ബാധിച്ചു.
അവിടുന്ന് പറയും, ആളുകളാണെങ്കിൽ അബ്ശിറൂ, സന്തോഷിച്ചോളൂ, ഇത് അല്ലാഹു നിങ്ങളെ ഒരു ഉന്നത സ്ഥാനത്തേക്ക് ഉയർത്താൻ തീരുമാനിച്ചു എന്നതിൻ്റെ അടയാളമാണ്. ഇദാ ഹബ്ബല്ലാഹു ഖൗമൻ ഇബ്തലാഹും, അല്ലാഹു ഏതെങ്കിലും ഒരു സമൂഹത്തെ സ്നേഹിക്കുകയാണെങ്കിൽ അവർക്ക് പരീക്ഷണം നൽകും. ഫമൻ റളിയ ഫലഹുർ റിളാ, അല്ലാഹുവിൻ്റെ പരീക്ഷണം ആര് തൃപ്തിപ്പെടുന്നുവോ അവർക്ക് അല്ലാഹുവിൻ്റെ തൃപ്തി ഉണ്ടാകും. വമൻ സഖിത ഫലഹുസ് സഖത്, എന്നാൽ അല്ലാഹുവിൻ്റെ പരീക്ഷണത്തിൽ ആരെങ്കിലും ദേഷ്യപ്പെടുകയാണെങ്കിൽ അവർക്ക് അല്ലാഹുവിൻ്റെ ദേഷ്യവും വരും. അതുകൊണ്ട് പരീക്ഷണങ്ങൾ ഇല്ലാതിരിക്കുന്ന അവസ്ഥ, മുഹിബ്ബീങ്ങളാണെങ്കിൽ, അല്ലാഹു മഹബ്ബത്ത് ചെയ്യുന്നവരാണെങ്കിൽ അവർക്ക് അല്ലാഹുവിൻ്റെ പരീക്ഷണങ്ങൾ വരുമെന്നല്ലേ പുണ്യ നിബിധങ്ങളല്ലേ പഠിപ്പിച്ചത്? ലാ യുസീബുൽ മുഅ്മിന ഹമ്മുൻ വലാ ഗമ്മുൻ വലാ നസബുൻ വലാ വസബുൻ ഹത്ത ശൗകത യുശാഖുഹാ ഇല്ലാ കഫറല്ലാഹു ബിഹാ മിൻ ഖതായാ. നിങ്ങൾക്കുണ്ടാകുന്ന ഒരു ജലദോഷം, ഒരു പനി, ഒരു തലവേദന, നിങ്ങളുടെ ഊരവേദന, നിങ്ങളുടെ ക്ഷീണം, തളർച്ച, സങ്കടം, ദുഃഖം, വ്യസനവും വ്യാകുലതയും, നിങ്ങളുടെ മനസ്സിനുള്ളിൽ നീറിപ്പുകയുന്ന പ്രയാസങ്ങൾ, ഇതിനെല്ലാം നിങ്ങളൊരു മുഅ്മിനാണെങ്കിൽ നിങ്ങൾക്ക് സന്തോഷിക്കാം. അല്ലാഹു നിങ്ങൾ ചെയ്തു പോയ തെറ്റുകൾ മാപ്പ് ചെയ്യുകയോ നിങ്ങളുടെ സ്ഥാനം അല്ലാഹു ഉയർത്തുകയോ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഒരു ദുഃഖവും വെറുതെയല്ല, ഒരു സങ്കടവും വെറുതെയാകുന്നില്ല, ഒരു കണ്ണുനീര് പോലും വെറുതെയല്ല, ഒരു തലവേദനക്ക് പോലും അല്ലാഹു നിങ്ങളുടെ തെറ്റുകളെ മാപ്പാക്കി തരുന്നുണ്ട്. നിങ്ങൾ ക്ഷമിച്ചേക്കണമേ എന്ന് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇന്നൽ മുഅ്മിന കൽ ഖാമ്മത്തി മിനസ് സറ ലാ തസാലു റീഹു തഫീഉഹാ യുംനതൻ വയുസ്റ. കതിരുയർന്നു കിടക്കുന്ന പഴം നൽകിക്കൊണ്ടിരിക്കുന്ന ഒരു കൊച്ചു ചെടിയെപ്പോലെയാണ് മുഅ്മിനായ മനുഷ്യൻ. കാറ്റടിച്ച് വീശുമ്പോൾ വലത്തോട്ടും ഇടത്തോട്ടും ഇങ്ങനെ ആടിയുലയും. പരീക്ഷണങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. കുറച്ചങ്ങ് താഴോട്ട് പോകും, പിന്നെ നേരെ നിൽക്കും, വീണ്ടും താഴോട്ട് പോകും. യുംനതൻ വയുസ്റ, വലത്തോട്ടും ഇടത്തോട്ടും കാറ്റടിക്കുമ്പോൾ ഇങ്ങനെ ചെരിഞ്ഞു പോകുന്ന ഒരു ഉറച്ച വൃക്ഷം പോലെയാണ്, ഒരു ചെടി പോലെയാണ് മുഅ്മിൻ. എന്നാൽ മുനാഫിഖ് അങ്ങനെയല്ല, നല്ല വണ്ണമുള്ള ചെടിയാണ്, പക്ഷേ ഒരു കാറ്റടിച്ചാൽ അത് ഒടിഞ്ഞു പോകും. മുഅ്മിനിൻ്റേത് ഒടിയില്ല, ചായുകയേ ഉള്ളൂ, അത് നിവർന്നു വരും. പിന്നെ കാറ്റ് പോയാൽ അത് നിവർന്നു നിൽക്കും. മുനാഫിഖ് അങ്ങനെയല്ല, ഒരു പരീക്ഷണം വന്നാൽ പിന്നെ ആത്മഹത്യയിലേക്ക്, ഒരു ദുരന്തം വന്നാൽ പിന്നെ ജീവൻ അവസാനിപ്പിക്കും അവരെ. മുഅ്മിനീങ്ങളാണെങ്കിലോ വലത്തോട്ടും ഇടത്തോട്ടും ആടി ഉലയുന്ന ഒരു ചെടി പോലെയാണ്. ഹബീബായ നബി ഞങ്ങൾ പറയുന്നു, കൽ ഖാമ്മത്തി മിനസ് സറ, മുഅ്മിനീങ്ങൾ അങ്ങനെയാണ്. അതുകൊണ്ട് പരീക്ഷണങ്ങൾ വരുന്നത്, ദുഃഖങ്ങൾ വരുന്നത്, അസുഖങ്ങൾ വരുന്നത് അത് അപലക്ഷണമായി കാണരുത്, ദുരന്തമായി കാണരുത്. അല്ലാഹുവിൻ്റെ ഹബീബ് തങ്ങൾക്ക് അസുഖം വന്ന ദിവസമാണത്, വ്യാഴാഴ്ച ദിവസം. ദഖൽതു അലാ റസൂലില്ലാഹ്, ഇമാം ബുഖാരി തങ്ങളും മുസ്ലിം എന്നിവരും ഒത്ത് റിപ്പോർട്ട് ചെയ്യുന്ന മുത്തഫഖ് അലൈഹിയായ ഹദീസ്. മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഞാൻ അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ അരികത്തേക്ക് കടന്നു ചെന്നു, ഹബീബിൻ്റെ വീട്ടിലേക്ക്. വളരെ ഹൈറ്റ് കുറഞ്ഞ മെലിഞ്ഞുണങ്ങിയ ഒരു സ്വഹാബിയാണ്. എന്നാൽ അല്ലാഹുവിൻ്റെ അരികത്ത് ഉഹദ് മലയേക്കാളും ഭാരമുള്ള അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു, ഹബീബായ നബിയാണെങ്കിലോ വഹുവ യുഅഖു, നബി ഞങ്ങൾക്ക് അതിശക്തമായ പനിയുണ്ട്. ഞാൻ പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിൻ്റെ റസൂലേ, ഇന്നക തുഅഖു വഅഖൻ ശദീദാ, അതിശക്തമായ പനിയുണ്ടല്ലോ നബിയോ, അങ്ങക്ക് നല്ല പനിയുണ്ടല്ലോ നബിയെ. ഖാല നഅം, ഉണ്ട്. ഇന്നി ഉഅഖു കമാ യുഅഖു റജുലാനി മിൻകും, നിങ്ങളിൽ രണ്ടാൾക്കുണ്ടാകുന്ന പനി ഞാൻ ഒരാൾക്കുണ്ടാകുന്നുണ്ട്. അപ്പൊ ഞാൻ ചോദിച്ചു, നബിയേ, ذلك بأن لك الأجر مرتين يا رسول الله, നബിയേ, അല്ലാഹു അങ്ങേക്ക് രണ്ട് പ്രതിഫലം നൽകുന്നുവോ? രണ്ടാളുടെ പനി അങ്ങ് ഒരാൾക്ക് മാത്രം, രണ്ടാളുടെ പ്രതിഫലം അല്ലാഹു നൽകുമോ എന്ന് ചോദിച്ചപ്പോൾ ഖാല നഅം, അതെ. എന്നിട്ടാണ് പറഞ്ഞത്, മാ മിൻ മുഅ്മിനിൻ യുസീബുഹു ഹമ്മുൻ ഔ ഗമ്മുൻ ഔ ഹസനുൻ ഔ മറദുൻ ഇല്ലാ കഫറല്ലാഹു ബിഹി മിൻ ഖതായാ ഹത്ത ശൗകത യുശാഖുഹാ. സത്യവിശ്വാസിയായ ആണിനും പെണ്ണിനും ഒരു സങ്കടം, ഒരു ദുഃഖം, ഒരു രോഗം, ഇതേത് വന്നാലും കാലിൽ മുള്ള്
തറക്കുന്നതടക്കം, കാല് കല്ലിൽ വെച്ചു കുത്തുന്നതടക്കം, ഒരു സൂചി കുത്തുന്നതടക്കം ഏതെല്ലാം വേദനയുണ്ടോ അതിനൊക്കെ സത്യവിശ്വാസികൾക്ക് അല്ലാഹു പാപങ്ങൾ പൊറുക്കുന്നുണ്ട്. ഇബ്നു മസ്ഊദ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇമാം ബുഖാരി മുസ്ലിം ഉദ്ധരിക്കുന്ന സ്വഹീഹൈനിൽ കാണാം. ഖറജ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അലന്നാസ്, അവിടുന്ന് ജനങ്ങളിലേക്ക് പുറപ്പെടുകയാണ്. വഹുവ ആസിബുൻ അലാ റഅസിഹി ബിഇസാബത്തിൻ ദസിമ, നബി തങ്ങൾ നല്ല ഒരു ബാൻഡേജ് തലയിൽ പിടിച്ച് വരിഞ്ഞു വെച്ചിട്ട്, ഒരു കറുത്ത ബാൻഡേജ്, ഒരു കറുത്ത കെട്ട് തലക്ക് ചുറ്റും കെട്ടിയിട്ട് തലവേദനയാണ് ഹബീബിന്. വഹുവ ബൈന അലിയും വൽ അബ്ബാസ്, അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെയും അലി റളിയല്ലാഹു അൻഹുവിന്റെയും തോളിൽ കൈവച്ചുകൊണ്ട് ഹബീബായ നബി തങ്ങൾ കാല് ചവിട്ടാൻ പറ്റുന്നില്ല, താഴെ കാല് തൂക്കിപ്പിടിച്ചുകൊണ്ടാണ് സ്വന്തം വീടിൻ വാതിൽ തുറക്കുന്നത്. മദീന പള്ളിയിലേക്ക്, ആ മസ്ജിദിലേക്ക് രണ്ടാളുടെ സഹായത്താലാണ് ഹബീബായ നബി തങ്ങൾ പോകുന്നത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒന്ന് അലിയാർ തങ്ങൾ, മറ്റൊന്ന് ഇളാപ്പയായ അബ്ബാസ് ഇബ്നു അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹു. ജനങ്ങളെ കണ്ടപ്പോൾ അവിടുന്ന് സന്തോഷിച്ചുകൊണ്ട് പറഞ്ഞു, യാ അയ്യുഹന്നാസ്, അല്ലയോ ജനങ്ങളെ, 63 വയസ്സേ നബി തങ്ങൾക്കുള്ളൂ എന്ന് അറിയണം. കാര്യമായ ഒരു അസുഖവും ഹബീബാ നബി തങ്ങൾക്ക് അതുവരെ ഉണ്ടായില്ലെന്നറിയണം. ആരോഗ്യത്തിനൊരു കുഴപ്പവുമില്ല, പനി മാത്രമാണ് വന്നിരിക്കുന്നത്. യാ അയ്യുഹന്നാസ്, അല്ലയോ ജനങ്ങളെ, ഇന്നീ മുലാഖിൻ റബ്ബീ, ഞാൻ എൻ്റെ റബ്ബിനെ കാണാൻ പോവുകയാണ്. നിങ്ങൾ എന്താണ് എനിക്ക് മറുപടി തന്നത് എന്ന് എൻ്റെ റബ്ബിനോട് ഞാൻ പറയും കേട്ടോ. ഇനി പറയുന്നത് ശരിക്ക് ശ്രദ്ധിക്കണമേ. അവിടുന്ന് ലോകത്തോട് യാത്ര ചോദിച്ചതിൽ പഠിക്കാനുള്ള പാഠങ്ങളാണ് ഇനി പറയാൻ പോകുന്നത്. ഒരു സ്വലാത്തിലിരുന്നാലോ, ഒന്ന് പെട്ടെന്ന് ഒന്ന് ഉറക്കം പോകാൻ ഒന്നെണീറ്റു. സ്വല്ലു അലൽ മുഖ്താരി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വആലിഹി. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദിൻ വബാരിക് വസല്ലിം അലൈഹി. ജസാകുമുല്ലാഹ് ഖൈർ. ഇരിക്കി. യാ അയ്യുഹന്നാസ്, അല്ലയോ ജനങ്ങളെ, ഇന്നി മുലാഖിൻ റബ്ബി ഫസൗഫ ഉഖ്ബിറുഹു ബിമാ അജബ്തുമൂനി ബിഹി. ഞാൻ എൻ്റെ റബ്ബിനെ കാണാൻ പോവുകയാണ്. മരണം അങ്ങനത്തെ ഒരു യാത്രയാണ്. മരിക്കാന്ന് പറയുമ്പോൾ നമ്മൾ വല്ലാണ്ടങ്ങ് പേടിക്കും. പക്ഷേ അതൊരു മെഹബൂബിനെ കാണാനുള്ള യാത്രയാണ് എന്നാലോചിച്ചാൽ അതിനോളം സന്തോഷമുള്ളത് എന്താണുള്ളത്? നമുക്ക് വളരെ പ്രിയപ്പെട്ട ഒരാളെ നമ്മൾ കാണാൻ പോവുകയാണ്. ആ യാത്ര നമ്മൾ പേടിച്ചിട്ടാണോ പോവുക? സന്തോഷിച്ചിട്ടല്ലേ പോവുക? അങ്ങനെ പോവേണ്ടത്. പിന്നെ ഇപ്പോൾ എന്താവും എൻ്റെ മുതലൊക്കെ? നമ്മൾ മുമ്പ് പോയവരൊക്കെ മുതലിട്ടിട്ടല്ലേ പോയത്, നമ്മളായിട്ട് എങ്ങനെ കൊണ്ടുപോവുക? അപ്പോൾ അതൊക്കെ അവിടെ ഉണ്ടാവും. അത് നമുക്ക് വാടകയ്ക്ക് തന്നതാണ്, കുറച്ച് വായ്പ ടൈം കഴിഞ്ഞാൽ അവിടെ വെച്ചെടുത്ത് പോകണം. അപ്പോൾ അതിനെപ്പറ്റി ആലോചിക്കേണ്ട, അതവിടെ ഇട്ട് പോകാനേ പറ്റുള്ളൂ. എങ്ങാനും എൻ്റെ മുതലിൻ്റെ ആരെങ്കിലും പൊളിച്ചിട്ടെങ്കിലും എടുത്ത് കൊണ്ടുപോകും കവറിൻ്റെ ഉള്ളിൽ നിന്ന്, പൈസ ഇല്ലേ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ അതൊന്നും ആഗ്രഹിക്കേണ്ട, നടക്കൂല. പടച്ചോനെ കാണാൻ പോവുകയാണ്, ഇഷ്ടപ്പെട്ട ഒരാളെ, ഒരു മെഹബൂബിൻ്റെ അടുത്തേക്ക് പോവുകയാണ്. അപ്പോൾ സന്തോഷം വേണ്ടേ? മഹാനായ അബൂ സക്കരിയ ദിമഷ്കി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞൊരു വാക്കുണ്ട്. എന്നോട് മലക്കുൽ മൗത്ത് വന്ന് ചോദിക്കാൻ, 100 കൊല്ലം കഴിഞ്ഞിട്ട് മരിക്കണോ അല്ല ഇപ്പം മരിക്കണോ എന്നോട് ചോദിച്ചാൽ, ഈ ചോദ്യം ഭയങ്കര പ്രത്യേകതയുള്ള ചോദ്യമാണ്. 100 കൊല്ലം കഴിഞ്ഞ് മരിക്കണോ അല്ലെങ്കിൽ നാളെ മരിക്കണോ എന്നല്ല, ഇപ്പോൾ പോരുന്നോ, ഇപ്പോൾ അല്ല 100 കൊല്ലം കഴിഞ്ഞിട്ട് എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും, അൽ ആൻ, ഞാനിപ്പോൾ പോരാം. ഷൗഖൻ ഇലാ റബ്ബി, എൻ്റെ റബ്ബിനെ കാണാനുള്ള കൊതി കൊണ്ട്, ആഗ്രഹമുണ്ട്. ഇപ്പം തന്നെ നടക്കുകയാണെങ്കിൽ അതല്ലേ നല്ലത്. 100 കൊല്ലം പോയിട്ട് ഒരു ദിവസം പോലും എനിക്ക് എനിക്ക് ഇപ്പം നിങ്ങൾ എന്നെ കൊണ്ടുപോകുമോ, ഞാൻ റെഡിയാണ് എന്ന് ഞാൻ മലക്കുൽ മൗത്തിനോട് പറയും. എൻ്റെ മഹാൻ പറഞ്ഞു, 100 കൊല്ലം ഞാൻ ആയുസ് വേണമെന്ന് പറഞ്ഞാൽ 100 കൊല്ലം ഞാൻ നല്ല കുട്ടിയായിട്ട് ജീവിക്കുക ഉറപ്പാണ്. മരണം ഉറപ്പിച്ചതല്ലേ. അപ്പോൾ എനിക്ക് മനസ്സിനുള്ളിലൊരു പൊങ്ങച്ചം വരാൻ സാധ്യതയുണ്ട്. 100 കൊല്ലം വിവാദത്തൊക്കെ ചെയ്തപ്പോൾ ഞാൻ നല്ല കുട്ടിയായിട്ടല്ലേ പോണത് എന്നൊരു തോന്നൽ, ഒരു റിയാ, ആളുകളൊക്കെ അറിയണം, അല്ലെങ്കിൽ ഞാൻ തിരക്കേടില്ലല്ലോ എന്നൊരു തോന്നൽ എൻ്റെ മനസ്സിൽ വരുമല്ലോ. ഷഹബ്, ഞാനിപ്പോൾ പോവാണ്, എനിക്ക് അള്ളാഹിനെ കാണണം. ഷൗഖൻ ഇലാ റബ്ബി, എൻ്റെ റബ്ബിനോടുള്ള കൊതിയാണ്, എൻ്റെ റബ്ബിനോടുള്ള മഹബ്ബത്താണ്.
ആ മഹബത്തിൽ പിന്നെ അഹങ്കാരം വരൂല. മഹബത്തിൽ അഹങ്കാരമില്ല, അതിൽ റിയാ വരൂല. ഇബാദത്തിൽ റിയാ വരാം. അപ്പം എനിക്കിപ്പോൾ പോലെ നല്ലത്, ഞാൻ അങ്ങനെ മറുപടി കൊടുക്കും എന്ന് പറഞ്ഞവർ. നമ്മളാണെങ്കിൽ എന്ത് പറയും? രണ്ടാമത്തെ ആയിക്കോട്ടെ എന്നല്ലേ പറയാം. കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല, എന്നാലും 100 കഴിഞ്ഞിട്ട് മതി അല്ലേ. ഞാനിപ്പോൾ വരികയാണ്, എനിക്കിപ്പോൾ പോരണം എന്ന് മറുപടി പറയുന്നവർ. പുണ്യനബി തങ്ങൾ പറയാണ്, ഇന്നി മുലാഖിൻ റബ്ബി, ഞാൻ എൻ്റെ റബ്ബിനെ കാണാൻ പോവുകയാണ്. എന്നോട് ചോദിക്കും, അഷ്റഫുൽ ഖൽഖയെ, അങ്ങയുടെ അൻസ്വാരികളും മുഹാജിറുകളും അങ്ങയോട് എന്ത് മറുപടിയാണ് തന്നത്, അങ്ങ് പറഞ്ഞതൊക്കെ അവർ കേട്ടിട്ടുണ്ടോ എന്നവർ എന്നോട് അള്ളാഹു ചോദിക്കും. അപ്പം ഞാൻ മറുപടി കൊടുക്കാൻ വേണ്ടി പോവാണ്. യാ അയ്യുഹന്നാസ്, ഇനി പറയുന്നത് ശ്രദ്ധിക്കണേ. മൻ സബബ്തുഹു ഔ ശതംതുഹു ഔ അഖദ്തു മിൻ മാലിഹി ഫൽയഖ്തസ് മിന്നില്ലാൻ ഖബ്ല അൻ ലാ യകൂന ദിർഹമൻ വലാ ദീനാർ വലാ ദീനാറ. ഞാൻ ആരെയെങ്കിലും ചീത്ത വിളിക്കുകയോ, ആരാ പറയണമെന്നറിയോ? അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങളിൽ ആരെയെങ്കിലും അതോ തലവേദന വന്ന് നെറ്റിയിലൊരു കറുത്ത കെട്ടുകൊണ്ട് വരിഞ്ഞു മുറുക്കി കെട്ടിയിട്ട് നടക്കാൻ പറ്റാതെ ആ വ്യാഴാഴ്ച ദിവസം അലി റളിയല്ലാഹു അൻഹുവിൻ്റെയും അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൻ്റെയും തോളിൽ കൈവച്ചുകൊണ്ട് മദീന മിമ്പറിൽ വന്ന് ഒരു വിധം ഇരിക്കുകയാണ്. അവിടുന്ന്, ജനങ്ങളെ, ഞാൻ അള്ളാഹുവിനെ കാണാൻ പോവുകയാണ്. ഇത് മാറുന്ന പനിയല്ല, എൻ്റെ അസുഖം മാറാനുള്ളതുമല്ല, ഇതെൻ്റെ മരണമാണ് എന്ന് തിരിച്ചറിഞ്ഞ നബി തങ്ങൾ ആ അർത്ഥങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയാണ് സംസാരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ആരെയെങ്കിലും ചീത്ത വിളിച്ചിട്ടുണ്ടെങ്കിൽ, ശരിക്കും മനസ്സിലായിക്കോളൂ. ഫേസ്ബുക്കിലൊക്കെ എഴുതി വിടുമ്പോഴേ നല്ല രസമായിരിക്കും. ഇതൊക്കെ പൊരുത്തപ്പെടിക്കണ്ടേ മനുഷ്യന്മാരെ പറ്റി എഴുതി വിടുന്നതൊക്കെ, പ്രത്യേകിച്ച് മുഅ്മിനീങ്ങളെ പറ്റിയാണെങ്കിൽ. അത് ഉസ്താദന്മാരും തങ്ങന്മാരൊക്കെ ആണെങ്കിൽ ആലോചിച്ച് നോക്കി, എന്തൊരു ഗൗരവമാണ്, എന്തൊരു ഗൗരവം, എന്താ ആവേശം ഇതൊക്കെ. ഹിബത്തും നമീമത്തും പറഞ്ഞിട്ട് ദീൻ നടത്തൽ. അള്ളാഹുവിൻ്റെ മുമ്പിൽ നമ്മൾ മസ്ഊലീങ്ങളാണ്, ഒരു സംശയവും വേണ്ട. വഖിഫൂഹും ഇന്നഹും മസ്ഊലൂൻ, അവിടെ നിർത്തി അവരെ, ഞാൻ അവരോട് ചോദിക്കാൻ പോവുകയാണ്. അള്ളാഹു തആല പറയാണ്, ഹിബത്തും നമീമത്തൊന്നും ഒരിക്കലും നമുക്ക് എൻ്റർടൈൻ ചെയ്യാൻ പറ്റില്ല. അങ്ങനെയൊന്നൊരു ദീനീ പ്രവർത്തനവും ഇല്ല തന്നെ. അതൊന്നും ദീനീ പ്രവർത്തനമല്ല. നിങ്ങളാണെന്ന് വാദിച്ചാലും അല്ലാതെ. ഹിബത്തും നമീമത്തും ഹറാമല്ലേ? മൻ സബബ്തുഹു, തങ്ങൾ പൊരുത്തപ്പെടിക്കുക സല്ലല്ലാഹു. തങ്ങൾ ആരും ചീത്ത വിളിച്ചിട്ടില്ല. മൻ സബബ്തുഹു ഔ ശതംതുഹു, ആരെയെങ്കിലും മനസ്സ് വേദനിപ്പിക്കുന്നത് ഞാൻ പറയുകയോ ആരെയെങ്കിലും ഞാൻ ചീത്ത വിളിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ, ഔ അഖദ്തു മിൻ മാലിഹി, നിങ്ങൾ ആരുടെയെങ്കിലും പൈസ ഞാൻ നിങ്ങളുടെ പൊരുത്തമില്ലാതെ ഉപയോഗിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ, ഫൽയഖ്തസ് മിന്നില്ലാൻ, ഈ സമയം നിങ്ങൾ എന്നോട് പ്രതികാരം ചോദിക്കണേ. എന്നോട് പ്രതികാരം ചെയ്തോളൂ, എന്നെ ചീത്ത വിളിച്ചോളൂ, ഞാൻ ഇരുന്നു തരാം. ജനങ്ങളുടെ മുമ്പിൽ വെച്ച് എന്നെ ആക്ഷേപിച്ചോളൂ, ഞാൻ നിന്നു തരാം. പുണ്യനബി തങ്ങൾ പറയാ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഫൽയഖ്തസ് മിന്നില്ലാൻ ഖബ്ല അൻ ലാ യകൂന ദിർഹമൻ വലാ ദീനാറാ. നാളെ മഹ്ശറയിലേക്ക് വരുമ്പോൾ ഇതിന് പകരം പൈസയും ദീനാറും ദിർഹമും ഉറുപ്പികയും തരാൻ കഴിയില്ല. അതുകൊണ്ട് പൊരുത്തപ്പെടണമേ. മദീന പള്ളി നിറഞ്ഞു നിൽക്കുകയാണ്. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറയുന്നു, ഖാല അനസുൻ ഫനളർതു ഇലന്നാസ്, ഞാൻ ആളുകളെങ്ങനെ നോക്കി, എല്ലാവരും കാൽമുട്ട് ഉയർത്തിവെച്ച് ആ മുട്ടിനിടയിൽ തലവെച്ച് കരയുകയായിരുന്നു. ഈ ചോദ്യം കേട്ടപ്പോൾ എല്ലാവരും കരയാണ്. അന്ത്യപ്രവാചകരുടെ പുണ്യ റസൂലിന്റെ ചോദ്യമാണിത്. ഹബീബായ നബി തങ്ങളുടെ ഈ ചോദ്യം, വകുല്ലുൻ വാദിഉൻ റഅസഹു ബൈന റിജ്ലൈഹി മിനൽ ബുകാ, രണ്ട് കാലിനിടയിൽ തലവെച്ചുകൊണ്ട് കരയുകയായിരുന്നു സ്വഹാബിമാർ. ആരും മറുപടി പറയുന്നില്ല. നബിയെ അങ്ങനെ ചീത്ത വിളിച്ചു എന്നോ അങ്ങന്റെ പൈസ എടുത്തിട്ടുണ്ടായിരുന്നു എന്നോ ഒരു സ്വഹാബിക്കും അവിടെ പറയാനില്ല. അവർ ശാന്തമായി മൗനികളായി കരയാൻ തുടങ്ങിയപ്പോ അവിടുന്ന് വീണ്ടും സംസാരിച്ചു തുടങ്ങി. അയ്യുഹന്നാസ്, അല്ലയോ ജനങ്ങളെ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഒരുപക്ഷെ എന്നോട് പറയാൻ മടി കൊണ്ടാകാം നിങ്ങൾ പറയാത്തത്. അല്ലാഹുമ്മ, പടച്ചവനെ, മൻ സബബ്തുഹു ഔ ശതംതുഹു ഔ അഖദ്തു മിൻ മാലിഹി ഔ ളറബ്തുഹു,
ഞാൻ ആരെങ്കിലും അടിക്കുകയോ ശകാരിക്കുകയോ ചീത്ത വിളിക്കുകയോ ആരുടെയെങ്കിലും പൈസ എടുക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അതെന്നോട് പറയാത്തത് കൊണ്ടാകാം, അങ്ങനെ വരാമല്ലോ. ഫജഅൽഹാ റഹ്മതൻ ഇൻദക്, അല്ലാഹുവേ അത് എൻ്റെ ഉമ്മത്തികൾക്ക് എന്നിൽ നിന്ന് കിട്ടുന്ന ഒരു റഹ്മത്തായി നീ മാറ്റണമേ, അതവർക്ക് റഹ്മത്താക്കി കൊടുക്കണമേ. അതിന് പകരം മഹാനായ അബൂ ദാവൂദ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഹദീസുണ്ട്, ഇന്നി അഖദ്തു ഇൻദ റബ്ബി അഹദാ, ഞാൻ അള്ളാഹുവിനോടൊരു കരാർ ചെയ്തിട്ടുണ്ട്, ഞാനും അള്ളാഹുവും തമ്മിലൊരു ഉടമ്പടിയുണ്ട്. അയ്യുമാ മുസ്ലിമിൻ ശതംതുഹു ഔ സബബ്തുഹു ഔ ളറബ്തു, ഏതെങ്കിലും ഒരു മുസ്ലിമിനെ ഞാൻ ചീത്ത വിളിക്കുകയോ ശകാരിക്കുകയോ അടിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അയ്യജഅലഹാ കഫാറത്തൻ ലഹു വറഹ്മ, അത് നീ അല്ലാഹുവയുടെ തെറ്റുകൾ പൊറുക്കപ്പെടാൻ പ്രായശ്ചിത്തമാക്കണമേ, റഹ്മത്താക്കി കൊടുക്കണമേ എന്ന് ഞാൻ അവർക്ക് വേണ്ടി ദുആ ചെയ്തിട്ടുണ്ട്. ഇത് പറഞ്ഞപ്പോൾ ജനങ്ങൾക്ക് മുഴുവൻ സന്തോഷമായി. അവര് പറയാൻ തുടങ്ങി, ഫദൈനാക ബിആബാഇനാ വ ഉമ്മഹാതിനാ യാ റസൂലല്ലാഹ്, നബിയെ അങ്ങ് ലോകത്തോട് വിട പറയുമെന്ന് പറയല്ലേ നബിയെ, ഞങ്ങളുടെ ഉമ്മമാരും ഉപ്പമാരും മരണപ്പെട്ടോട്ടെ, ആ മരണമാണ് അങ്ങയുടെ മരണത്തെക്കാളും നല്ലത്. അങ്ങ് മരിക്കരുത് നബിയെ, അങ്ങ് ജീവിക്കണം. ഞങ്ങൾ മരിക്കാം, ഞങ്ങളുടെ ഉമ്മമാര് മരിച്ചോട്ടെ, ഞങ്ങളുടെ ഉപ്പമാര് മരിച്ചോട്ടെ, അങ്ങ് മരിക്കരുത്. ഫദൈനാക ബിആബാഇനാ വ ഉമ്മഹാതിനാ, ഞങ്ങളുടെ മാതാപിതാക്കൾ അങ്ങേക്ക് ദണ്ഡമാണ് നബിയെ എന്ന് സ്വഹാബിമാർ കരയാൻ തുടങ്ങി. അവിടുന്ന് എഴുന്നേൽക്കുന്നു ഹബീബായ നബി തങ്ങൾ. കുറേ നേരം ഇരിക്കാൻ അവിടുന്ന് കഴിഞ്ഞില്ല, റൂമിലേക്ക് തന്നെ കയറി. വാതിൽ പള്ളിയിൽ നിന്ന് തുറക്കുന്നത് തന്നെ ഹബീബിൻ്റെ റൂമിലേക്കായിരുന്നുവല്ലോ. വാങ്ക് വിളിക്കുന്നത് നബി തങ്ങൾ ശ്രദ്ധിച്ചു കേട്ടു. മനോഹരമായ വാങ്കുലി കേട്ടു, ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹുവിൻ്റെ വാങ്ക്. വിശുദ്ധമായ റബീഉൽ അവ്വലിലെ വ്യാഴം മുതൽ തിങ്കൾ വരെ നടന്ന ആ ഒരു സംഭവമാണിത്. ഹബീബായ നബി തങ്ങൾക്ക് വാങ്കിൻ്റെ ശബ്ദം ഇഷ്ടമായിരുന്നു. വാങ്കിൻ്റെ അല്ലാഹു അക്ബറിൻ്റെ ശബ്ദം അവിടെ നിന്ന് ഇഷ്ടപ്പെട്ടിരുന്നു. ലോകത്തെ പ്രശ്നങ്ങളിനേക്കാളൊക്കെ ഏറ്റവും വലുത് അല്ലാഹു അക്ബർ, ലോകത്തിൻ്റെ സൃഷ്ടാവായ അല്ലാഹുവിൻ്റെ വിഷയമാണ് ഏറ്റവും വലുത്. അങ്ങാടികളിൽ ബിസിനസ് നടക്കുമ്പോഴാണ് വാങ്ക് വിളിക്കുക, അല്ലെങ്കിൽ നിങ്ങൾ ബസ് കയറാനിരിക്കുമ്പോഴാണ്, ട്രെയിൻ കയറാൻ നിൽക്കുമ്പോഴാണ്, ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യാൻ നിൽക്കുമ്പോഴാണ് വാങ്ക് വിളിക്കുന്നത്. നിങ്ങളുടെ യാത്രയേക്കാൾ, നിങ്ങളുടെ കച്ചവടത്തേക്കാൾ, നിങ്ങളുടെ ബിസിനസ്സിനേക്കാൾ, നിങ്ങളുടെ എല്ലാറ്റിനേക്കാളും വലുത് ഈ പ്രപഞ്ച സൃഷ്ടാവിൻ്റെ വിഷയമാണ്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. ആ വാങ്കുലി മദീന പള്ളിയിൽ നിന്ന് മുഴങ്ങുന്നത് ഹബീബായ നബി തങ്ങൾ കേൾക്കുന്നു. ആ വാങ്കുലി കേൾക്കുമ്പോഴാണ് ഹബീബായ നബി തങ്ങൾ സന്തോഷിച്ചിരുന്നത്. വാങ്ക് കൊടുക്കാൻ നേരമായാൽ നബി തങ്ങൾ ബിലാലെ വാങ്ക് കൊടുക്കണേ എന്ന് പറയാൻ അവിടുന്ന് ഉപയോഗിച്ചിരുന്നൊരു വാക്കുണ്ട്, അരിഹ്നാ ബിഹാ യാ ബിലാൽ, ബിലാലെ ആ വാങ്കൊന്ന് വിളിച്ച് നമുക്ക് സന്തോഷം നൽകണേ, മനസ്സിന് സന്തോഷം നൽകണേ, ഇഖാമത്ത് കൊടുക്കണേ, വാങ്ക് വിളിക്കണേ എന്ന് പറയാൻ അവിടുന്ന് പറയാറുള്ളത് അരിഹ്നാ ബിഹാ യാ ബിലാൽ, ആ നിസ്കാരത്തിൻ്റെ വിഷയം കൊണ്ട് മനസ്സിന് സന്തോഷം തരൂ ബിലാലേ. فقل لبلال العزم من قلب صادق أرحنا بها إن كنت حقا مصليا تولأ بماء التوبة اليوم مخلص به ترقى أبواب الجنان الثمانية. കുളിക്കാനുള്ള വെള്ളം നബി തങ്ങൾ വെക്കാൻ വേണ്ടി പറഞ്ഞു, ലഊലി മാഅൻ ഫിൽ മിഖ്ലബ്, എനിക്ക് കുളിക്കാനുള്ള വെള്ളം തരൂ, അതിശക്തമായ പനിയുണ്ട്. ഇമാം ബുഖാരിയും ഇമാം മുസ്ലിം എന്നിവരും ഉദ്ധരിച്ചിട്ടുള്ള ഹദീസാണിത്. രണ്ട് സ്വഹീഹുകളിലും കാണാം, ലഊലി മാഅൻ ഫിൽ മിഖ്ലബ്, ഹമ്മാമിനാണ് മിഖ്ലബ് എന്ന് പറയുന്നത്, കുളിക്കുന്ന സ്ഥലത്ത്. എനിക്ക് കുളിക്കാൻ വെള്ളം വേണം. അവിടുന്ന് കുളിച്ചു. അങ്ങനെ അവിടുന്ന് എഴുന്നേറ്റ് നിൽക്കുകയാണ്, പക്ഷേ എഴുന്നേറ്റ് നിൽക്കാൻ പറ്റുന്നില്ല. വീണ്ടും പറഞ്ഞു, എൻ്റെ തലയിലേക്ക് വെള്ളം ഒഴിച്ചു തരൂ. ഒരിക്കലൂടെ വെള്ളം ഒഴിച്ചു. അവിടുന്ന് എഴുന്നേറ്റ് നിൽക്കാൻ നോക്കുന്നു, ഹബീബിന് നിൽക്കാൻ പറ്റുന്നില്ല, വിരിപ്പിലേക്ക് വീഴുകയാണ് ചെയ്യുന്നത്. അവസാനം അഞ്ചാമത്തെ തവണയും നബി തങ്ങൾ ഒന്ന് വെള്ളം തലയിൽ ഒഴിച്ച് പള്ളിയിലേക്ക് ചെന്ന് ഇമാമ് നിൽക്കാനാണ് ഈ പോകുന്നത്.
എത്രയോ മസ്ജിദുകൾ നമ്മുടെ അരികത്തും അല്ലാതെയുമൊക്കെ ഇഷ്ടം പോലെ പള്ളികളുണ്ടായിരിക്കെ ആ മസ്ജിദുകളിൽ ജമാഅത്തിന് നമ്മൾ എത്താൻ ആലസ്യം കൊണ്ടോ മടി കൊണ്ടോ നമ്മൾ മടി കാണിക്കുന്നുണ്ടെങ്കിൽ ഓർക്കണമേ, പനി ബാധിച്ച് എഴുന്നേൽക്കാൻ പറ്റാത്ത നിബിധങ്ങളാണ് പള്ളിയിലേക്കൊന്ന് നടന്നു ചെല്ലാൻ 5 തവണ തലയിലേക്ക് വെള്ളമൊഴിക്കുന്നത്. അവിടുന്ന് സാധിച്ചില്ല. അപ്പോഴാണ് പറയുന്നത് മുറൂ അബൂബക്കറിൻ ഫൽയുസല്ലി ബിന്നാസ്, അബൂബക്കർ എന്നവരോട് പറയണേ, അബൂബക്കർ എന്നവർ നിസ്കരിച്ചോട്ടെ. ആ ശബ്ദം പള്ളിയിലേക്ക് കേൾക്കുന്നു. ബിലാൽ റളിയല്ലാഹു അൻഹു വരുന്നു. അവർ പറഞ്ഞു, ബിലാലേ, ഇന്ന റസൂലല്ലാഹി യഖൂലു ലക മുർ അബൂബക്കറിൻ ഫൽയുസല്ലി ബിന്നാസ്. സിദ്ദീഖ് എന്നവരോട് ഇമാമ നിൽക്കാൻ പറയുന്നു. നിബിതങ്ങൾക്ക് നിൽക്കാൻ കഴിയുന്നില്ല. ഫബകാ ബിലാൽ റളിയല്ലാഹു അൻഹു അത് കേട്ടുകൊണ്ട് കരഞ്ഞു. ബിഅബി അൻത വ ഉമ്മി യാ റസൂലല്ലാഹ്, നബിയേ, ഞങ്ങളുടെ മാതാപിതാക്കൾ അങ്ങേക്കു ദണ്ഡമാണ്. ഈ ഒരു വല്ലാത്ത സ്നേഹത്തിന്റെ വാക്കുകളാണ് സ്വഹാബിമാര് പറയാ. അവിടത്തേക്കൊരു വേദന വന്നാൽ, നബിയേ, അങ്ങയുടെ വേദന ഞങ്ങൾക്ക് ഏറ്റവും വലുതാണ്. കുല്ലു മുസീബത്തിൻ ബഅദക അലയ്യ ജലൽ, നബിയേ, അങ്ങ് സുരക്ഷിതരാണെങ്കിൽ ഒരു ബുദ്ധിമുട്ടും ഞങ്ങൾക്ക് ബുദ്ധിമുട്ടല്ല. അങ്ങേക്ക് വിഷമമില്ലെങ്കിൽ, അങ്ങ് സുരക്ഷിതരാണെങ്കിൽ ഒന്നും ഞങ്ങൾക്ക് പ്രശ്നമല്ല. അങ്ങേക്കൊരു പ്രയാസം വന്നാൽ അത് സഹിക്കാൻ പറ്റുന്നില്ല നബിയേ എന്ന് ഹബീബിനെ സ്നേഹിക്കുകയായിരുന്നവര്. ബി അബി അൻത വ ഉമ്മി എന്ന പ്രയോഗം സ്വഹാബിമാർ ധാരാളം പ്രയോഗിക്കുന്ന പ്രയോഗമാണത്. അതിനർത്ഥം എൻ്റെ മാതാപിതാക്കളെ തരാം നബിയേ, അവർ മരണപ്പെട്ടാൽ പോലും അതിനേക്കാളും എനിക്ക് വലുത് അങ്ങയുടെ വിഷയമാണ് എന്ന് ഹബീബായ നബി തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് ഇമാമ നിൽക്കാൻ പറഞ്ഞു. സിദ്ദീഖ് തങ്ങളാണെങ്കിലോ വളരെ വിനയമുള്ളവരാണ്. ഉമർ എന്നവരോട് പറഞ്ഞു, ഉമറേ, നിങ്ങൾ നിസ്കരിച്ചേക്കണം. യാ ഉമറു സ്വല്ലി ബിന്നാസ്. ഉമർ എന്നവർ പറഞ്ഞു, പറ്റില്ല അബൂബക്കറേ, നിങ്ങളാണ് നിസ്കരിക്കേണ്ടത്. നിർബന്ധം നിന്നിട്ടുണ്ട്. നബി നിൽക്കുന്നു. ആരാ ഇമാമ്? അത് സിദ്ദീഖിന്റെ ശബ്ദമല്ല, റളിയല്ലാഹു അൻഹു, ഉമർ എന്നവരുടെ ശബ്ദമാണ്. അതിന് ഞങ്ങൾ കൊടുത്ത മറുപടി ഉണ്ട്. ലാ യഅബല്ലാഹു വൽ മുഅ്മിനൂന ഇല്ലാ അബാ ബക്രിൻ, യഅബല്ലാഹു വൽ മുഅ്മിനൂന ഇല്ലാ അബാ ബക്ർ, യഅബല്ലാഹു വൽ മുഅ്മിനൂന ഇല്ലാ അബാ ബക്രിൻ. അബൂബക്കറാണ് വേണ്ടത്. അല്ലാഹുവിന് മുഅ്മിനീങ്ങൾക്കും അബൂബക്കറാണ് വേണ്ടത്. അബൂബക്കറാണ് നിൽക്കേണ്ടത്, ഉമറല്ല, അബൂബക്കറാണ് നിൽക്കേണ്ടത് എന്ന് ഹബീബായ നബി തങ്ങൾ ആരിലേക്കാണ് ഖിലാഫത്ത് പോകുന്നത് എന്നതിൻ്റെ സൂചന അവിടെ നൽകി കഴിഞ്ഞിരിക്കുന്നു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു ദിവസം അല്ലാഹുവിൻ്റെ ഹബീബ്, തിങ്കളാഴ്ചയുടെ തലേ ദിവസമായിരിക്കണം, ളുഹർ നിസ്കാരത്തിൻ്റെ സമയം, ഒരു ചെറിയ അസുഖത്തിന് ചെറിയൊരു മാറ്റമുണ്ടായപ്പോൾ ജനങ്ങളോടൊപ്പം നിസ്കരിക്കാൻ വേണ്ടി വന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫദ്ൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൻ്റെയും മറ്റൊരു സ്വഹാബിയുടെയും തോളിൽ കൈവച്ചുകൊണ്ട് മസ്ജിദിലേക്ക് വന്നു. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അവിടെ ഇരിക്കുന്നുണ്ട്. സിദ്ദീഖ് എന്നവരുടെ അരികത്ത് വന്ന നബി തങ്ങൾ ഇരുന്നു. നബി തങ്ങൾ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞു. അത് കേട്ടുകൊണ്ട് സിദ്ദീഖ് എന്നവർ ഉറക്കെ പറഞ്ഞു. അത് കേട്ടുകൊണ്ട് മഅ്മൂമീങ്ങൾ തക്ബീർ ചൊല്ലുന്നു. നബി തങ്ങൾ റുകൂഅ് ചെയ്യും. അത് കാണുമ്പോൾ സിദ്ദീഖ് എന്നവർ റുകൂഅ് ചെയ്യും. ജനങ്ങൾ സിദ്ദീഖ് എന്നവരെ ഫോളോ ചെയ്യുന്നു.